بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله ولا يضلونكم رواه مسلم. صدق رسول الله صلى الله عليه وسلم. أيضا وقال النبي صلى الله عليه وسلم: من رأى منكم منكرا فليغيره بيده وإن لم يستطع فبلسانه وإن لم يستطع فبقلبه وذلك أضعف الإيمان. والله لولا أنت ما اهتدينا ولا تصدقنا فلا صلينا فأنزلا سكنة علينا فأثبت الأقدام إذ لاقينا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى واسترني. إن الرسول لسيف يقتضى به مهند من سيوف الله مسلول. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള മഹാന്മാരായ ഉലമാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അൽഫ മർറ. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഉറൂസിന് ദിവസം കുറിച്ചാൽ ഒരു 10 ദിവസം, ഒരു 15 ദിവസം വഅദ് നടത്തുക, മതപ്രഭാഷണം നടത്തുക എന്നുള്ളത് ഉറൂസിന്റെ ഭാഗമായി നടത്തിവരുന്ന ഒരു സ്ഥിരം ഏർപ്പാടാണ്, ഒരു പദ്ധതിയാണ്. പക്ഷേ നാം ജീവിക്കുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ അത് കേവലം ഒരു പല്ലവിയായി, ഒരു സ്ഥിരം സംവിധാനമായി മാറ്റിക്കളയേണ്ട സാഹചര്യമല്ല ഉള്ളത്. തീർച്ചയായും വരാൻ പോകുന്ന ദിവസങ്ങളിലെ പ്രഭാഷണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഭാഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതും ഒന്നുപോലും ഒഴിവാക്കാതെ നിങ്ങളെല്ലാവരും കേൾക്കുകയും അത് വളരെ വസ്തുനിഷ്ഠമായി പഠിക്കുകയും തിരുത്തേണ്ടവകൾ തിരുത്തുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ അത് വഹിയ ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി, അല്ലാഹുവിന്റെ കൽപ്പനകൾ അപ്പടി സ്വീകരിക്കുകയും അല്ലാഹു തആല വെറുത്ത കാര്യങ്ങളെ തള്ളുകയുമാണ് തഖ്വ. അതുകൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ സ്വീകരിക്കുകയും അല്ലാഹു തആല അവഗണിക്കാൻ, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്യാൻ ഈ സമയം നാം ഹൃദയം കൊണ്ടൊരു പ്രതിജ്ഞയെടുക്കണം. പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള 140-ലധികം വരുന്ന കോടി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏറ്റവും വലിയ അനിവാര്യമായ കാര്യം ശക്തമായ നേതൃത്വമാണ്, പ്രബോധനമാണ്. ശക്തമായിരിക്കുന്ന നേതൃത്വവും പ്രബോധനവും ഇല്ലാത്തതാണ് ലോകത്ത് ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന കാരണം.
ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഒരു ചരടിൽ നിർത്താൻ പറ്റിയ ഒരു നേതൃത്വം എവിടെയുണ്ട് മുസ്ലിങ്ങൾക്ക്? ഒരു ശക്തമായിരിക്കുന്ന നേതൃത്വമില്ലാത്ത സമുദായമാണ് ഇന്ന് മുസ്ലിങ്ങൾ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ അറിയിച്ചതാണല്ലോ അത്. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. മുസ്ലിം സമുദായത്തിന് ഒരു ഉറച്ച നേതൃത്വമില്ല എന്നുള്ളതാണ് ഇന്നത്തെ മുസ്ലിം അരക്ഷിതാവസ്ഥയുടെ അടിസ്ഥാനപരമായ കാരണം. പ്രിയപ്പെട്ടവരെ, ആ വഴിക്ക് നമ്മുടെ ചർച്ച കടന്നു വരേണ്ടതുണ്ട്. ആ വഴിക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്, നാം ആലോചിക്കേണ്ടതുണ്ട്. അതിന്റെ മുന്നേയായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലാഹു അനുവദിച്ചാൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പങ്കുവെക്കേണ്ടതുണ്ട് ഇവിടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദീനു അന്നസീഹ, ദീൻ, മതം, ഇസ്ലാം അത് സതുപദേശമാണെന്ന് ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം ടെററിസമല്ല, ഇസ്ലാം മതമൗലികവാദം എന്ന് പറയുന്ന ഫണ്ടമെന്റലിസമല്ല, ഇസ്ലാം വർഗീയത പ്രസ്ഥാനമല്ല. ഇസ്ലാം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തി, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ. ദീൻ, മതം അത് സതുപദേശം നടത്തലാണ്, ഉപദേശം ചെയ്യുക. പരിശുദ്ധ ഖുർആനും വളരെ വ്യക്തമായി നമ്മെ അറിയിച്ചു ഈ കാര്യം. നബിയെ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കേണ്ടത് ബിൽ ഹിക്മതി, അവസരോചിതവും സന്ദർഭോചിതവുമായിരിക്കുന്ന തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാവണം. അവസരോചിതവും സന്ദർഭോചിതവുമായിരിക്കുന്ന തന്ത്രം പ്രയോഗിക്കണം. പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ഭരണഘടനയായ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ അറിയിക്കുകയാണ് കാര്യം. പക്ഷെ ഇന്ന് നമ്മുടെ വിഷയം ഇസ്ലാമിൽ തീവ്രവാദമോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ജനിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണമാണ്, മുസ്ലിമായി പോയി എന്നുള്ള ഒറ്റ കാരണമുണ്ട്, ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണമുണ്ട് ആ ഒരു വിഭാഗത്തെ മാത്രം സംശയിക്കപ്പെടുകയും അവരെ രാജ്യദ്രോഹികളും തീവ്രവാദികളും അക്രമികളുമായി കരുതപ്പെടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം മുസ്ലിങ്ങളായ നമ്മളറിയണം, നമ്മുടെ മതം എന്താണ്, നമ്മുടെ മതത്തിൽ തീവ്രവാദമുണ്ടോ, നമ്മുടെ മതത്തിൽ മതമൗലികവാദമുണ്ടോ, നമ്മുടെ മതത്തിൽ അക്രമത്തിന് വല്ല പ്രചോദനവും നൽകിയിട്ടുണ്ടോ, ഇസ്ലാം മതം ഈ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് എന്താണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾക്ക് സാധാരണ ഒരു സ്വഭാവമുണ്ട്, വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ പഠിക്കാൻ തയ്യാറാവാറുള്ളൂ. വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ പഠിക്കാൻ തയ്യാറുള്ളൂ. ഇപ്പൊ കണ്ടോ, ബഹുഭാര്യത്വം വലിയൊരു ചർച്ചയിൽ നടക്കുക. ബഹുഭാര്യത്വം, ഞാനിപ്പോ ഒരു കോടതിയിലെ ഒരു ജഡ്ജാണ്, ഒരു കമ്മീഷന്റെ ഒരു ജഡ്ജാണ്. കേരളത്തിലെ 2.25 കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന, നിങ്ങളും ഞാനൊക്കെ ഉൾക്കൊള്ളുന്ന ഹിന്ദുക്കളിൽ നിന്നുള്ള 68 ജാതിയും മുസ്ലിങ്ങൾ മുഴുവനും ക്രിസ്ത്യാനികളിൽ നിന്നുള്ള 2 ജാതിയും ഉൾക്കൊള്ളുന്ന 2.25 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കമ്മീഷനാണ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ. പിന്നാക്ക വിഭാഗങ്ങളുടെ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും പിന്നാക്കക്കാരാണ്. ക്രിസ്ത്യാനികളുടെ 2 വിഭാഗം, ബാക്കി 68 ജാതി ഹിന്ദുക്കളിൽ നിന്നും ഉൾപ്പെടുന്ന ഒരു കോടതിയിലെ ഒരു കമ്മീഷന്റെ ഒരു ജഡ്ജാണ്. ഇതേപോലത്തെ വേറെ ഒരു കമ്മീഷനുണ്ട്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിക്കുകയാണ്, സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന
ജസ്റ്റിസ് BR കൃഷ്ണയ്യർ നേതൃത്വം നൽകുന്ന ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷന്റെ പേര് നിയമപരിഷ്കരണ കമ്മീഷൻ എന്നാണ്. നിയമങ്ങളെ പരിഷ്കരിക്കപ്പെടുന്ന കമ്മീഷൻ. ഈ അടുത്ത ദിവസം നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചു കാണും. ഈ കമ്മീഷൻ ബഹുഭാര്യത്വത്തിനെ സംബന്ധിച്ച് ഒരു തീരുമാനം പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ബഹുഭാര്യത്വം എന്തിന്റെ പേരിലായാലും 4 പെണ്ണ് കെട്ടുക എന്നുള്ളത് അംഗീകരിക്കാൻ പാടില്ലാത്തതാണെന്നും അത് നിരോധിക്കപ്പെടേണ്ടതാണെന്നും നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണെന്നും ഒരു കമ്മീഷന്റെ പ്രഖ്യാപനം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു. ഇത് വായിക്കുമ്പോൾ സാധാരണക്കാരായ നമ്മളും മറ്റ് ഇതര മതവിശ്വാസികളും നമ്മളെ സംബന്ധിച്ച് ദഹിച്ചു പോകുന്നത് മുസ്ലിങ്ങൾക്ക് 4 പെണ്ണ് കെട്ടാൻ എല്ലാവർക്കും അനുമതി കൊടുത്തിട്ടുണ്ട്. ഏത് കാക്കാക്കും ഏത് മുസ്ലിയാർക്കും ഏത് തങ്ങൾക്കും മിനിമം 4 കെട്ടാം. ഓരോന്നിലും ഒരു 10-20 മക്കളും കൂടി ആയ ഒരു ഇലക്ഷന് നിൽക്കുമ്പോൾ വോട്ടിൽ ഒരു ക്ഷാമമില്ല. കാരണം ഒരു വീട്ടിൽ തന്നെ ഒരുത്തിന് 100 അംഗം ഉണ്ടെങ്കിൽ അത്രയും വോട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ ധാരാളം പെണ്ണ് കെട്ടുന്നവരും ധാരാളം മക്കളെ ഉത്പാദിപ്പിക്കപ്പെടുന്നവരുമാണ് എന്ന് ഒരു ധാരണ നേരത്തെ ഇവിടെയുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു കണക്കെടുത്ത് നോക്കിയ സമയം കേരളത്തില് ഏറ്റവും അധികം ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡല്ല, തൃശ്ശൂരല്ല, പാലക്കാടല്ല, കോഴിക്കോടല്ല, മലപ്പുറത്താണ്. കേരളത്തിലെ ഏറ്റവും അധികം ജനസംഖ്യ വളർന്നുകൊണ്ടിരിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലെ 90% ആളുകളും മുസ്ലിങ്ങളാണ്. അപ്പൊ വേറെ ഒരു രാഷ്ട്രീയ നേതാവ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, എങ്ങനെയാണ് മലപ്പുറത്ത് ആൾക്കാർ കൂടാതിരിക്കുക? ഓരോ കാക്കന്മാരും മുസ്ലിയാക്കന്മാരും 4-5 ഒക്കെ കല്യാണം കഴിച്ച് ഓരോരുത്തർക്ക് 50-75 മക്കളെ ഉത്പാദിപ്പിച്ചത് കൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ജനറേഷൻ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകാടിസ്ഥാനത്തിൽ ഇന്ന് മുസ്ലിം സമുദായം 140.6 കോടി മുസ്ലിങ്ങളാണ്. ഓരോരുത്തരും 4, 8, 10, 12 കല്യാണം കഴിച്ച് മക്കളെ ഉത്പാദിപ്പിക്കപ്പെട്ടതിന്റെ പേരിലാണോ ലോകത്തുനിന്ന് മുസ്ലിം സമുദായം ഏറ്റവും വലിയ സമുദായമായി നിലകൊള്ളുന്നത്? അല്ല എന്നുള്ളതാണ് കണക്ക്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സർവേ നടത്തിക്കളയാം, ഒരു കണക്കെടുപ്പ് നടത്താം. വാഴ കഴിഞ്ഞു പോകുമ്പോൾ ഒരു പേനയും ഒരു പെൻസിലും ഒരു ബുക്കും കൊടുത്ത് ഒരുത്തനെ കവാടത്തിൽ അവിടെ നിർത്തുക. പോകുന്നവനോട് ചോദിക്കുക, പേരെന്താ? മുഹമ്മദ്. ഭാര്യ എത്ര? 1. മക്കളെത്ര? 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4. ഈ സദസ്സിലിരിക്കുന്നതിൽ 2% ആളുകൾ പോലും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചവരില്ല എന്ന് യാതൊരുവിധ സെൻസർഷിപ്പുമില്ലാതെ തന്നെ നമുക്ക് ആരുടെ മുമ്പിലും സത്യമായി പറയാം. കാരണം നമ്മളല്ല കണക്കെടുക്കുന്നതൊക്കെ നമ്മുടെ എതിരാളികളാണ്. നമ്മൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇപ്പൊ ലോകത്തിൽ ഒരുപാട് മുസ്ലിം സംഘങ്ങളുണ്ടല്ലോ. സുന്നി, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തെബിലീഗ്, ഷിയ, റാഫിദി, മുജസ്സിമി, ഇബാദി, ഖുബൂരി, സലഫി, ഹനഫി, ബറേലവി, മുഖദ്ദരി, മുഹദ്ദിസി, അഖിലേ ഹദീസി, ഖാദിയാനി, ഇങ്ങനെ പോകാൻ ഒരുപാടെണ്ണം. ഈ പറഞ്ഞ സംഘടനക്കാരുടെ അടുത്ത് ഒന്നും മുസ്ലിങ്ങൾ ലോകത്ത് എത്ര ഉണ്ട് എന്ന് വ്യക്തമായ ഒരു കണക്കില്ല. ലോകം മുഴുവൻ ഇസ്ലാം ഉണ്ടാക്കാൻ വേണ്ടി സെഞ്ചിൻ തോളിലിട്ട് കിടക്കുന്ന ഒരു കക്ഷിയുണ്ട്, തെബിലീഗ് ജമാഅത്ത്. കണ്ടില്ലേ? നമ്മൾ ദുബായിലൊക്കെ ചെന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അസ്സലാമു അലൈക്കും, ബായ് ഗുസ്രു ദോസ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ബോസ് ഫായിദ മിലേഗ, ഈ വായു കണ്ടു കഴിഞ്ഞാൽ വലിയ കാര്യമുണ്ട്. ആരാ നിസ്കരിച്ച് 5 വക്ത് നിസ്കരിച്ച് വലിയ കുഴപ്പമില്ലാതെ പോണവനോടാ പള്ളിയുടെ മുമ്പിൽ വായു കല്ലും കുടിച്ച് തമ്മാടിത്തരവും ചെയ്ത് വ്യഭിചാരം നടത്തി നടക്കുന്നവനോട് പുറത്തിറങ്ങി ദാവത്ത് ചെയ്യാതെ പള്ളിയുടെ കാമ്പൗണ്ടുകളിൽ വെച്ചുകൊണ്ട് മാത്രം ദാവത്തിന് ഒതുക്കപ്പെട്ട
ഒരു ഇന്റർനാഷണൽ ഇസ്ലാമിക് സംഘടനയാണ് തബ്ലീഗ് ജമാഅത്ത്. ആ തബ്ലീഗ് ജമാഅത്തുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ലോകത്ത് എത്ര മുസ്ലിങ്ങളുണ്ട്? അവർ കൈമറക്കും സുബ്ഹാനക്കലായി അതിന് അത്രേ മറുപടിയോ. ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമും ഞങ്ങളാണ് തലയിൽ വെച്ച് നടക്കുന്നത് എന്ന് വീരഘോഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറാവട്ടെ അഖിലേന്ത്യാ അമീറാവട്ടെ, അയാളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ കണക്കുണ്ടോ? ലോകത്ത് എത്ര കോടി മുസ്ലിങ്ങളുണ്ട് എന്ന് കണക്കില്ല. നമ്മുടെയൊക്കെ വിവരം അത്രേ. ഇനി ഞാൻ പറഞ്ഞു തരാം, ലോകത്ത് എത്ര മുസ്ലിങ്ങളുണ്ട് എന്ന് ആരോട് ചോദിക്കണം? അമേരിക്കയോട് ചോദിക്കണം, ഇസ്രയേലിനോട് ചോദിക്കണം, BBC-യോട് ചോദിക്കണം, CNN-നോട് ചോദിക്കണം, ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ശത്രുക്കളായ മൊസാദിനെ പോലത്തെ ചാരസംഘടനക്കാരോട് ചോദിക്കണം, പ്രിയപ്പെട്ടവരെ ലോകത്ത് എത്ര കോടി മുസ്ലിമുണ്ട് എന്ന്. അവര് പറഞ്ഞു തന്ന കണക്കാ ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നതും ലോകത്തിന് മുഴുവൻ കയ്യിലുള്ളതും. അവര് നടത്തിയ സർവേയിൽ കണ്ടത് ലോകത്തിലെ 5-ൽ 1 മുസ്ലിമാണ്. 600 കോടി ജനസംഖ്യയില് 140.6 കോടി മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. ലോകത്തിൽ 5-ൽ 1 മുസ്ലിമാണ്. അടുത്ത 2050 കഴിയുമ്പോഴേക്കും ക്രിസ്ത്യാനികളെക്കാൾ ലോകത്ത് മുസ്ലിങ്ങൾ വലുതായി വളർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമുദായമായി മുസ്ലിം സമുദായം മാറുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന പൾസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് മുസ്ലിം സമുദായത്തോട് ഈ ശക്തികൾക്ക്, ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക്, ഈ പടിഞ്ഞാറൻ ശക്തികൾക്ക് അസൂയ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം ഇതാണ്. ലോകത്തെ ഇസ്ലാം മതം വളർന്നുകൊണ്ടേയിരിക്കുന്നു. അവരൊന്നും 4-5 പെണ്ണും കെട്ടി കുട്ടികളെ ഉണ്ടാക്കിയിട്ടല്ലാട്ടോ. എങ്ങനെ ഇസ്ലാം വളർന്നു പോനെ? ഉപ്പക്കാരെ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മറ്റൊരു താരമുണ്ട്. ലോകത്തിലെ ബോക്സിംഗ് കിരീടം കൂടിയ ലോക ഹെവി ബോക്സിംഗ് ചാമ്പ്യനായ കാസസ് ക്ലേ. അയാൾ ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത്. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ക്രിസ്ത്യാനിയായിക്കൊണ്ടാണ് ജീവിതം നയിച്ചത്. ലോക ഹെവി ബോക്സിംഗ് ചാമ്പ്യനായ കാസസ് ക്ലേ ഒരു വേളയിൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി വായിച്ചുപോയി. അയാൾ ആ ഒറ്റ കാരണം കൊണ്ട് ലോകത്തെ കോടീശ്വരന്മാരുടെ പട്ടികയിൽപ്പെടുന്ന കാസസ് ക്ലേ പേര് മാറ്റി മുസ്ലിമായി. അമേരിക്കക്കാരനാണ്. അയാളുടെ പേരിപ്പോൾ അറിയപ്പെടുന്നത് മുഹമ്മദ് അലി കാസസ് ക്ലേ എന്നാണ്. അമേരിക്കയിൽ അയാൾ ഒരു സംഘടനയുണ്ടാക്കിയിട്ടുണ്ട്. ആ സംഘടനയുടെ പേര് മുഹമ്മദ് അലി ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്നാണ്. ആ സംഘടന വെച്ചുകൊണ്ട് അമേരിക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മുഹമ്മദ് അലി കാസസ് ക്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലുള്ള വില്ലന്മാരും ബുദ്ധിമാന്മാരും ചിന്തകന്മാരും ബുദ്ധിയുള്ളവരും സെക്കൻഡുകൾക്കുള്ളിൽ ഇസ്ലാം മതത്തിലേക്ക് കയറി വരുന്നു. അടിച്ചമർത്തപ്പെടുന്നവരും പിന്തള്ളപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരും മർദ്ദിക്കപ്പെട്ടവരുമായ അതേ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ ലോകത്ത് കൂട്ടത്തോടെ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ നമ്മളൊക്കെ 4 പെണ്ണും 5 പെണ്ണും കല്യാണം കഴിച്ചിട്ട് അതിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചതിന്റെ പേരിലല്ല ഇപ്പോൾ ലോകത്ത് മുസ്ലിം സമുദായം വളർന്നു പന്തലിച്ചിരിക്കുന്നത്. സർവേ നടത്തിയപ്പോ കണ്ടതല്ലേ, ഇന്ത്യയിൽ ഏറ്റവും അധികം പെണ്ണ് കെട്ടുന്നത് ആരാ? മുസ്ലിമാ? അല്ലാന്ന്. സർവേ നടത്തിയപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം കല്യാണം കഴിക്കുന്നത്, ബഹുഭാര്യത്വം നടക്കുന്നത് ബ്രാഹ്മണന്മാരുടെ ഇടയിലാണ്. 6.4%. 6.4% ഹിന്ദു വിഭാഗത്തിലെ സവർണജാതി എന്ന് പറയുന്ന ബ്രാഹ്മണന്മാരിൽ 6.4% ആളുകൾ ഒന്നിലധികം പെണ്ണ് കെട്ടുമ്പോ മുസ്ലിം സമുദായത്തില് 3% ആളുകൾ മാത്രമേ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നുള്ളൂ. ഞാനത് പറഞ്ഞു വരാനുള്ള കാരണം, ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ബഹുഭാര്യത്തെ എന്താണ് അത് പഠിക്കാൻ ഇതുവരെ ഒരാളും തയ്യാറായിട്ടില്ല. പഠിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവരെ അങ്ങനെ പറയുമായിരുന്നില്ല.
വാസ്തവത്തിൽ ഇസ്ലാം ബഹുഭാരിത്വത്തെ അംഗീകരിക്കുകയല്ല ചെയ്തത്. എന്താ കാരണം? വഹിദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസാ വല്ല വജദഹു മുസ്ബത്തൻ വഹുവ കബീർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിൽ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കുന്ന കാലം പ്രസവിച്ചതൊരു പെണ്ണാണെന്നറിഞ്ഞാൽ പ്രസവിച്ച ഉമ്മാടെ മുഖം കറുത്തു, ഉണ്ടാക്കിയ ബാപ്പാടെ മുഖം കറുത്തു. രണ്ടുപേർക്കും പ്രസവിക്കപ്പെട്ടത് പെൺകുഞ്ഞായി പോയാൽ പ്രസവിച്ച ഭാര്യയ്ക്കും പ്രസവിച്ച ഉമ്മാക്കും ഉണ്ടാക്കിയ ബാപ്പാക്കും ഇഷ്ടമല്ല. രണ്ടുപേരും കൂടി സ്വന്തമായിരിക്കുന്ന കുഞ്ഞിനെ ഒന്നിരിക്കൽ ജീവനോടെ കൊണ്ടുപോയി കുഴിച്ചു മൂടും, അല്ലെങ്കിൽ കഴുത്തിൽ ഞെരിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ കൊലപ്പെടുത്തിക്കളയും. ഇതായിരുന്നു 1400 കൊല്ലം മുമ്പ് ലോകത്ത് പെണ്ണിനോടുള്ള കമാൻഡ്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ? അതിന്റെ പുറമെ അറബികളുടെ ഇടയിലുണ്ടായിരുന്ന ബഹുഭാര്യത്തെ എത്ര ഉണ്ടായിരുന്നു? ദഹിയത്തുൽ ഖൽബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി, ബഹുമാനപ്പെട്ട ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ വന്നു ദഹിയത്തുൽ ഖൽബ്. ആ സഹാബി വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ഞാൻ വിവരമില്ലാത്ത കാലത്ത് 40 ചില്ലാനം കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നോ 1, 2, 3 അല്ല, ബഹുഭാര്യത്വം 40 പെണ്ണ് കിട്ടിയിട്ടുണ്ട് മൂപ്പര്. അതിൽ ധാരാളം കുട്ടികളുണ്ടായിട്ടുണ്ട്. എത്രയെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം ജനിച്ചത് പെണ്ണായ അപ്പ കൊന്നുകളയും, ജനിച്ചത് പെണ്ണായാൽ അപ്പ കൊന്നുകളയും. അതായിരുന്നു എന്റെ പരിപാടി. അങ്ങനെ ധാരാളം പെൺകുട്ടികളെ കൊന്ന് എനിക്ക് അല്ലാഹു തആല മാപ്പ് തരുമോ എന്ന് ബഹുമാനപ്പെട്ട ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറഞ്ഞപ്പോൾ 40-ലധികം പെണ്ണ് കെട്ടിയ സ്വഹാബി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് സ്വയം ഏറ്റു പറഞ്ഞപ്പോൾ ലോകത്ത് ഇസ്ലാം വെച്ചൊരു ഡിമാൻഡാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആർക്കെങ്കിലും 1-ലധികം ഭാര്യയെ സ്വീകരിക്കേണ്ട നിർബന്ധ സിറ്റുവേഷൻ വന്നാൽ വരണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇസ്ലാം ഒരു സമ്പൂർണ്ണ ഭരണഘടനയാണ്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട നിയമമാണ്. കേരളക്കാർക്ക് മാത്രമല്ല ഖുർആൻ, ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഖുർആൻ, അമേരിക്കക്കാർക്ക് മാത്രമല്ല ഖുർആൻ, ആഫ്രിക്കക്കാർക്ക് മാത്രമല്ല ഖുർആൻ. ആകാശങ്ങളിലും അപ്പുറത്തും സൗരയൂഥങ്ങളിലും ഗാലക്സികളിലും സൂര്യ ചന്ദ്രമണ്ഡലങ്ങളിലും മനുഷ്യനുണ്ടെങ്കിൽ അവിടുത്തുകാർക്കും ഖുർആൻ ബാധകമാണ്. ഈ അടുത്ത ദിവസം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചില്ലേ, ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൽ മനുഷ്യൻ താമസിക്കാൻ പോവുകയാണ്. അവിടെ വെള്ളമുണ്ടെന്ന് കണ്ടെത്തപ്പെട്ടിരിക്കുകയാണ്. ചന്ദ്രയാൻ എന്ന് പറയുന്ന പേടകം നമ്മൾ ചന്ദ്രനിലേക്ക് വിട്ടതിന്റെ ക്യാമറയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫോട്ടോയുടെ വെളിച്ചത്തിൽ ചന്ദ്രനിൽ വെള്ളമുണ്ട്, ചന്ദ്രനിൽ പാറയുണ്ട്, ചന്ദ്രനിൽ കുളമുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ISROയിലെ ശാസ്ത്രജ്ഞന്മാര് നമുക്കിതാ ഫത്വ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം ഒരു സമഗ്ര സമ്പൂർണ്ണ നിയമവ്യവസ്ഥയാണ്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മതമാണ്. അത് ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ചന്ദ്രനിലുള്ള മനുഷ്യർക്കും ചൊവ്വായിലുള്ള മനുഷ്യർക്കും ഏത് ലോകത്ത് എവിടൊക്കെ ആളുകളുണ്ടോ അവർക്കെല്ലാവർക്കും സ്വീകരിക്കേണ്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, ഒരു പ്രത്യേകമായ സിറ്റുവേഷനിൽ ആർക്കെങ്കിലും 1-ലധികം ഭാര്യയെ സ്വീകരിക്കേണ്ട ഒരു നിർബന്ധിതാവസ്ഥ വന്നാൽ, ചിലപ്പോൾ അങ്ങനെ വരും, വന്നിട്ടുണ്ടല്ലോ. വരില്ല എന്ന് പറയാൻ ഈ ലോകത്ത് ഏത് കമ്മീഷനാ കഴിയുക, ഏത് കോടതിക്കാ കഴിയുക? പറ്റൂല. കാരണം 2ാം ലോക മഹായുദ്ധം ലോകത്തുണ്ടായപ്പോഴേ 2ാം ലോക മഹായുദ്ധം ലോകത്ത് നടന്നപ്പോ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം, 1ാം ലോക മഹായുദ്ധം 2ാം ലോക യുദ്ധം കൊണ്ട് 2 യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. 3ാം ലോക മഹായുദ്ധം ഈ ലോകത്തുണ്ടായ ലോകജ്ഞ തകട്ട് പൊടിയായി പോകും. 2ാം ലോക മഹായുദ്ധം ലോകത്തുണ്ടായപ്പോ പശ്ചിമ ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, ഇപ്പോഴും ഉണ്ടത് പശ്ചിമ ജർമ്മനി. ആ പശ്ചിമ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തെ ആണുങ്ങളൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത് ചത്തുപോയി, പെണ്ണുങ്ങൾ മാത്രം അവിടെ കൂടിപ്പോയി, ആണുങ്ങൾ കുറഞ്ഞുപോയി. ബാക്കി വരുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പുരുഷന്മാരില്ല. എന്ത് ചെയ്യും? ആ സമയത്ത് വിവാഹപ്രായമേറിയ കുട്ടികള്, സ്ത്രീകള്
അവരുടെ വീടിന്റെ പടിക്കൽ ബോർഡെഞ്ചി വെക്കാൻ തുടങ്ങി. വൈകുന്നേരം വാടകയ്ക്ക് ഭർത്താക്കന്മാരെ ആവശ്യമുണ്ട്. ഇത് അടുത്ത കാലത്ത് സംഭവിച്ചു പോയതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ശേഷം. അതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നിയമം പഠിപ്പിച്ചു തന്നത്. ഒരു വലിയ സംഘട്ടനമുണ്ടായി, യുദ്ധമുണ്ടായി. ആണുങ്ങളിൽ ഭൂരിപക്ഷം മരണപ്പെട്ടുപോയി, പെണ്ണുങ്ങൾ അധികരിച്ചു. ആണുങ്ങളുടെ അംഗസംഖ്യ കുറഞ്ഞാൽ അവിടെ ഒരു പുരുഷന് ചിലപ്പോ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ ഒന്നാമത്തെ ഭാര്യ മരണപ്പെട്ടുപോയി, അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാര്യയ്ക്ക് ശക്തമായ രോഗബാധിതയുള്ളവളായി, അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത അവസ്ഥയായി, ഭർത്താവിന്റെ ഹിദ്മത്തുകൾ പരിചരണങ്ങൾ ചെയ്തു കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരുത്തനുണ്ടായാൽ അവനും രണ്ടാമതൊരു ഭാര്യയെ ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുള്ളവനോട് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്, ഒന്നാമത്തെ ഭാര്യയോടും നീ രണ്ടാമത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യയോടും എല്ലാ വിഷയത്തിലും ഈക്വൽ തുല്യമായ നീതി നിനക്ക് പുലർത്താൻ സാധ്യമാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. നീ പേടിച്ചാൽ, നീ ഭയന്നാൽ അല്ലാ തഅ്ദിലൂ, ആ ഭാര്യമാരുടെ ഇടയിൽ നീതി പുലർത്താൻ കഴിയില്ല എന്ന് നിനക്ക് ഭയപ്പാട് വന്നാൽ ഫവാഹിദ, ഒരൊറ്റ സ്ത്രീയെ മാത്രമേ നിനക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തീരുമാനമെടുത്തുപോയി. ഏക ഭാര്യത്വത്തിന് തന്നെയാണ് ഖുർആൻ ഇമ്പോർട്ടന്റ് കൊടുത്തത്. പ്രത്യേകമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ മാക്സിമം 1, 2, 3, 4 വരെ പോകാം. 4 വരെ പോണെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട്, നിയമങ്ങളുണ്ട്, കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ തരണം ചെയ്യുന്നവര് സമൂഹത്തിൽ 1% ആള് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ 40 പെണ്ണ് കെട്ടിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് 4ലേക്ക് ചുരുക്കിയത് ലോകത്തിൽ ഇസ്ലാം മതമാണ് കേട്ടോ. അപ്പൊ പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിക്ലറേഷൻ കൊടുത്തതല്ല ഇസ്ലാം. പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാക്കിയതല്ല. ഇതുപോലെ ലോകത്തിൽ ഇസ്ലാം മതത്തെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. തീവ്രവാദം എന്ന് പറയുന്ന, ഭീകരവാദം എന്ന് പറയുന്ന ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മളുമായിട്ട് ബന്ധമില്ലാത്തൊരു സാധനം. ഇത് ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഇസ്ലാമിലെ തീവ്രവാദം, ഭീകരവാദം എന്നൊന്നും മതത്തിന്റെ ആൾക്കാർ കേട്ടിട്ടില്ല. രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യാണത്. രാഷ്ട്രീയക്കാർ പറയുന്ന സാധനങ്ങളാണ്. മതത്തിന്റെ ഉള്ളില് അങ്ങനൊരു ആദർശമേ ഇല്ല. അടുത്ത കാലഘട്ടങ്ങളിൽ ലോകത്തിലെ ഏറ്റവും അധികം പേറേണ്ടി വരുന്ന സമുദായം മുസ്ലിം സമുദായമായി മാറപ്പെട്ടു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് ഈ തീവ്രവാദം? തീവ്രവാദം എന്ന് പറഞ്ഞാൽ തന്റെ ആശയത്തിൽ നല്ല തീവ്രത ഉണ്ടായാൽ തീവ്രവാദമാണോ? 5 നേരം കറക്റ്റായിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കണം എന്നുള്ളത് തീവ്രവാദമാണോ? അല മറുത്ത് നടക്കൽ തീവ്രവാദമാണോ? താടി വെച്ച് നടക്കൽ തീവ്രവാദമാണോ? മുസ്ലിം പെണ്ണ് പടവ് ധരിച്ചു നടന്നാൽ അത് തീവ്രവാദമാണോ? ആണോ? ഒരു കാലത്ത് അങ്ങനെ ഇന്ത്യച്ചിരുന്നു. തീവ്രവാദികളുടെ ലക്ഷണം താടിയാണ്, തലപ്പാവാണ്. അതെന്നു മുതലുണ്ടായത്? ബിൻലാദൻ ഹയാത്തായത് മുതലാണ് ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ടായത്. ബിൻലാദന് ഏറ്റവും വലിയ ടെററിസ്റ്റാണ്, തീവ്രവാദിയാണ്. അയാൾക്ക് താടിയുടെ തലയെക്കെട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ താടിക്കാരും തലയെക്കെട്ടുകാരും തീവ്രവാദികളാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാകുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലത്തെ മുസ്ലിയാക്കന്മാർക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ കുറച്ച് വിഷമമുണ്ടാകും. ഞാൻ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വായന പോയിക്കൊണ്ടിരിക്കുക, എന്നെ ഒരു വായന ഒരു ടീം കൊണ്ടുപോകുക കാറിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ തന്നെ പാലക്കാട് ജില്ലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചെറിയ ചായപ്പീടികയുടെ അടുത്ത് വണ്ടി നിർത്തി ഒരു കട്ടൻ കാപ്പി കഴിക്കാൻ നിർത്തിയപ്പോ അതിന്റെ അപ്പുറത്തൊരു ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മളവിടെ വണ്ടി നിർത്തിയപ്പോൾ ഈ തലയെക്കെട്ടും താടിയൊക്കെ വെച്ചൊരു മുസ്ലിയാരെ കണ്ടപ്പോ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കുറച്ചു നേരം എന്റെ തലയെക്കെട്ടും താടിയൊക്കെ മാറി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിച്ചു, ഉസ്താദന്മാരെ കണ്ട ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഉസ്താദിനെ കണ്ട സ്നേഹം കൊണ്ട് നോക്കിയാന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്മാര് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ അതൊക്കെ അവിടെ അടുത്തേക്ക് വന്നു.
എന്നെ എന്തോ ഒരു അത്ഭുത ജീവിയെ കണ്ട ലാഘവത്തോടെ കുട്ടികൾ ചില നോക്കി നിൽക്കന്നെ, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ആ കുട്ടികളുടെ അടുത്തേക്ക് എന്ന് ചോദിച്ചു, മോന്റെ പേരെന്താ, മോന്റെ പേരെന്താ? ഓരോരുത്തരുടെ പേര് ചോദിച്ചപ്പോൾ ഒരുത്തന്റെ പേര് വിഷ്ണുവാണ്, ഒരുത്തന്റെ പേര് അഹമ്മദാണ്, ഒരുത്തന്റെ പേര് ചന്ദ്രനാണ്. മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്, ആ കൂട്ടം ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്. അങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് അവരൊന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്. പോകുന്നതിന്റെ ഇടയില് ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനെ വിളിച്ചു പറയുന്ന കമന്റ് എന്താണെന്നറിയോ? വാക്ക് കണ്ട ശരിക്കും നമ്മുടെ മറ്റേ ആളില്ലേ ബില്ലാതെ, അദ്ദേഹത്തിന്റെ അതേ ടൈപ്പ് തന്നെ ആ മൂപ്പര്, നല്ല തലേതൊട്ടും താടിയും, ഇവരെയാണ് തീവ്രവാദികൾ എന്ന് പറയുന്നില്ലേ എന്ന് ഈ ഒരു കൊച്ചുകുട്ടി മറ്റേ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇപ്പോ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അത് താടിയും തലക്കെട്ടുകാരുമല്ല എന്ന് ഈ അടുത്ത 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ബോംബെയിലെ താജ്മഹൽ ഒബ്രൈ ഹോട്ടലുകളിൽ നടത്തിയ ഭീകരാക്രമണം തെളിയിക്കപ്പെട്ടു. 1ാം നമ്പർ ഇന്റർനാഷണൽ തീവ്രവാദികൾ വന്നത് ജെന്റിൽമെന്മാരായി കയ്യും കൂട്ടൊക്കെ വെച്ച് താടിയൊക്കെ പഠിച്ചിട്ടാ വന്നത്. ഇപ്പൊ തീവ്രവാദികൾക്ക് താടിയില്ല എന്ന് മനസ്സിലായി. കണ്ടോകള്, തീവ്രവാദികൾക്ക് താടിയില്ല, തലയെക്കെട്ടില്ല, നിസ്കാരത്താൻപില്ല. തീവ്രവാദികൾ മതുവായി ബന്ധമുള്ളവരല്ല. ആ തീവ്രവാദികൾ യുദ്ധം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തീവ്രവാദി നിസ്കരിച്ചതായിട്ട് തെളിവുണ്ടോ? ഇസ്ലാമിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണെങ്കിൽ യുദ്ധക്കളത്തിൽ തന്നെ യുദ്ധത്തിൽ നിസ്കരിക്കേണ്ട നിയമം പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഓടിക്കൊണ്ടും നടത്തുന്ന യുദ്ധങ്ങളിൽ എങ്ങനെ നിസ്കരിക്കണം? യുദ്ധത്തിന്റെ നിസ്കാരം പ്രത്യേകമായി ഒരു മുറ തന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്ത് കാലശേഷം വന്ന ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോംബെയിലും താജ്മഹലിലും ഒബ്രോയിലും നടത്തിയ തീവ്രവാദം അത് ഇസ്ലാമിന്റെ തലയിലുള്ള പ്രിയപ്പെട്ടവരെ, അത് രാജ്യങ്ങള് തമ്മില്, രാഷ്ട്രങ്ങള് തമ്മില്, രാഷ്ട്രീയക്കാര് തമ്മില് നടത്തപ്പെടുന്ന ചണ്ടകൾക്കും അക്രമങ്ങൾക്കൊക്കെ ഇസ്ലാമിന്റെ പേര് വലിച്ചഴിച്ചു കൊണ്ടുപോയി ദുരുപയോഗപ്പെടുത്തുകയാണ്. ദാടിയും തലയെക്കെട്ടും തീവ്രവാദത്തിന്റെ ലക്ഷണമല്ല. എവിടെയും താടിയും തലയെക്കെട്ടും പഴച്ചു പോയിട്ടില്ല. ദാടിയും തലയെക്കെട്ടും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ലക്ഷണമാണ്. നിങ്ങൾക്കത് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അറിയാം. ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട താടി വെച്ച ആളായിരുന്നു, തലയെക്കെട്ട് കെട്ടിയ ആളായിരുന്നു. അതേ നല്ല നീണ്ട തലയെക്കെട്ടും വാരിച്ച തലയെക്കെട്ട് കെട്ടുന്ന ആളായിരുന്നു ഹബീബായ റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഏതെങ്കിലും ഒരു പുസ്തകത്തില് ആരെങ്കിലും ഒരാള് തീവ്രവാദിയാണെന്ന് എഴുതി പിടിപ്പിച്ചിട്ടില്ല. കാരുണ്യത്തിന്റെ നേതാവാണ് മുഹമ്മദ് എന്ന് ഇസ്ലാമിന്റെ എതിരാളികൾ പോലും മുഹമ്മദ് കാരുണ്യത്തിന്റെ നേതാവെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ചരിത്രത്തിൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത് താടിയോ തലയെക്കെട്ടോ തീവ്രവാദത്തിന്റെ അടയാളമായി മാറിയിട്ടില്ല. അത് അന്യമതത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കപ്പെടേണ്ടതാണ്. പിന്നെ ഈ തീവ്രവാദം എങ്ങനെ നമ്മുടെ തലയിൽ വന്നു വെച്ചു? ഞാൻ പറഞ്ഞല്ലോ, ഒരു ആദർശത്തിൽ തീവ്രത ഉണ്ടാകുക എന്നുള്ളത് തീവ്രവാദത്തിന്റെ ലക്ഷണമാണെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാവരും തീവ്രവാദികളാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയത്തിൽ നല്ല തീവ്രത ഉണ്ട്, കോൺഗ്രസ്സുകാരുടെ ആശയത്തിൽ നല്ല തീവ്രത ഉണ്ട്, BJPക്കാർക്ക് BJPയുടെ ആശയത്തിൽ നല്ല തീവ്രത ഉണ്ട്, മുസ്ലിം ലീഗുകാർക്ക് മുസ്ലിം ലീഗുകാരുടെ ആശയത്തിൽ നല്ല തീവ്രത ഉണ്ട്, അല്ലേ? ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ആദർശത്തിൽ നല്ല തീവ്രത ഉണ്ട്, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആദർശത്തിൽ നല്ല തീവ്രത ഉണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ആ വിശ്വാസങ്ങളിൽ പുലർത്തുന്ന തീവ്രതയല്ല യഥാർത്ഥത്തിൽ പറയുന്ന തീവ്രവാദം. എന്നാൽ പിന്നെ തീവ്രവാദം എന്താണ് പ്രിയപ്പെട്ടവരെ? താൻ മാത്രമേ ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ, തന്റേത് മാത്രമേ ശരിയുള്ളൂ, മറ്റുള്ളതൊന്നും ഇവിടെ നിലനിൽക്കാൻ പാടുള്ളതല്ല, ഈ ഭൂമി തനിക്കും തന്റെ കെട്ടികൾക്കും മാത്രമുള്ളതാണ് എന്ന വക്രബുദ്ധിയാണ് തീവ്രവാദം എങ്കിൽ അത് ഇസ്ലാമിന്റെ 7 അയലത്ത് പോലുമില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇസ്ലാമിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജനങ്ങളെ, കാഫിരീങ്ങളെ, മുസ്ലിമീങ്ങളല്ലാത്ത വിഭാഗങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് ഞങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങളെ ഞങ്ങൾ വിളിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനും ഞങ്ങൾ ആരാധിക്കുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമായി ജീവിക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമായി ജീവിക്കാം. വളരെ വ്യക്തമായി സൂറത്തുൽ കാഫിറൂന എന്ന് പറയുന്ന അധ്യായത്തിലൂടെ ഇസ്ലാമിന്റെ സംബന്ധങ്ങളുടെ ശിഷ്യന്മാരെ ഖൈബർ യുദ്ധം വിജയിച്ചു പോയ സമയത്ത്, ഖൈബർ എന്ന് പറയുന്ന പ്രദേശം യഹൂദികളാണ്, ജൂതന്മാരുടെ ആദിവാസ കേന്ദ്രമായിരുന്നു ഖൈബർ. ആ ഖൈബർ യുദ്ധം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖൈബർ മുസ്ലിം പട കീഴടക്കപ്പെട്ടപ്പോൾ ഖൈബറിലുള്ള യഹൂദികൾ കൂട്ടത്തോടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പാരമ്പര്യമായി കൊണ്ട് യഹൂദി മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾക്കിവിടെ യഹൂദികളായി ജീവിക്കണം, ഞങ്ങളുടെ ഈത്തപ്പന തോട്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് കൃഷി ചെയ്യണം, അതിന് നിങ്ങൾ അനുമതി തരുമോ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ഖൈബറിലെ യഹൂദികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളോട് മതം മാറാൻ മുഹമ്മദ് പറയുന്നില്ല, നിങ്ങൾക്കിവിടെ യഹൂദികളായി കൊണ്ട് തന്നെ ജീവിക്കാം, നിങ്ങൾ ഈത്തപ്പന കൃഷി തുടരുകയും ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥിതിയുണ്ട് യഹൂദികളെ, ഇവിടെ നടക്കുന്ന ഭരണം ഇസ്ലാമിക ഭരണമാണ്, ആ ഭരണത്തിന് നിങ്ങൾ അംഗീകരിക്കണം, ആ ഭരണത്തിന് നൽകേണ്ട നികുതി നിങ്ങൾ നൽകണം, ജിസിയ നൽകണം, ഇൻകം ടാക്സ് നൽകണം, സെകിൽ ടാക്സ് നൽകണം, നികുതി നൽകണം. എന്നിട്ട് ഇസ്ലാമിന്റെ ഭരണത്തെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ യഹൂദിയായി ജീവിക്കാം, നിങ്ങൾക്കിവിടെ കൃഷി നടത്താം. അതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ചെയ്യേണ്ടത്. ഇന്ത്യയുടെ ഭരണഘടന ജനാധിപത്യ ഭരണഘടനയാണ്, മതേതരത്വ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളായി ഇവിടെ ജീവിക്കണോ, അവർക്കിവിടെ കൃഷികൾ നടത്തണോ, അവർക്കിവിടെ കച്ചവടം നടത്തണോ, അവർക്കിവിടെ പള്ളി സ്ഥാപിക്കണോ, അവർക്കിവിടെ നിസ്കരിക്കണോ? ഇത് ലോകത്ത് പ്രഖ്യാപിച്ച മതം പരിശുദ്ധ ഇസ്ലാമാണ്. അത് നടപ്പിലാക്കിയ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളാ അപ്പൊ നമുക്കിവിടെ ഹിന്ദുക്കൾ വേണ്ടാന്നോ വല്ല അഭിപ്രായമുള്ള മോനെ? ഇന്ത്യയിലുള്ള സകല മനുഷ്യന്മാരെയും വിളിച്ച് ഇസ്ലാമാക്കണമെന്ന് വല്ല കിതാബിലുണ്ടോ? ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇസ്ലാമാക്കിക്കൊള്ളണമെന്ന് അള്ളാന്റെ കൽപ്പന ഉണ്ടോ? അത് അത്രയില്ല. അല്ലാഹു തആല എന്താ പറയുന്നത്? നിങ്ങൾ കണ്ടോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചോദിച്ചോ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ള ചോദിച്ചതൊന്നും അല്ലാഹു കൊടുക്കാതിരുന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത് ലോകത്തൊരു നബിമാർക്കും കൊടുക്കാത്തതൊക്കെ റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തു. കണ്ടോ? അസ്തമിച്ച സൂര്യനെ രണ്ടാമത് മടക്കി വിളിപ്പിച്ചു. ആര്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഈ അടുത്ത കാലത്ത് വാനശാസ്ത്രം അത് അംഗീകരിച്ചിട്ടുണ്ട്. സൂര്യനൊരിക്കൽ കറക്കത്തിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ടെന്നും പോയതിന്റെ ദിശ തെറ്റിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്നും അടുത്ത കാലത്ത് വാനലോക സയന്റിസ്റ്റുമാർ സമ്മതിച്ചിട്ടുണ്ട്. കണ്ടോള്, അൽബദുറു സുഖബി അംരിഹി വശംസു ഇദ് വറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. തന്റെ മരുമകനായ അലിയിൽ പടിഞ്ഞാറില്ലെന്ന് സൂര്യനഞ്ഞ് കയറി വന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിടത്ത് വന്നു. അലിയാരോട് പോയി നിസ്കരിക്കാൻ കൽപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നോക്കിയപ്പോ സൂര്യൻ നിന്നിടത്ത് തന്നെ നിൽപ്പാൻ കറങ്ങുന്നില്ല, ചലിക്കുന്നില്ല. റസൂലുള്ള പറഞ്ഞു വന്ന സൂര്യനായതുകൊണ്ട് റസൂലുള്ള പറയാതെ പോണ പ്രശ്നമില്ല. അതുകൊണ്ട് ഹബീബ് കൈകൊണ്ടെന്ന് ചോദിക്കാനിച്ചു, ഇനി പൊക്കോ, എന്റെ അലിയുടെ നിസ്കാരം കഥായിട്ടില്ല, ഇനി പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ മറഞ്ഞിടത്തേക്ക് തന്നെ സൂര്യൻ റിപ്പീറ്റ് ചെയ്ത് ചലിച്ചുപോയി. ഈ മുറിക്കകത്ത് 2 ലക്ഷത്തിലധികം വരുന്ന അമ്പിയാക്കളിൽ ഒരാൾക്കും നൽകപ്പെടാത്തതാണ്. ചന്ദ്രനെ 2 ഘട്ടമായി വളർത്തി. ഇതൊക്കെ റസൂലുള്ളാഹി പറയുമ്പോ അന്ന് ഇതൊക്കെ 2 ഘട്ടമാണെങ്കിൽ 2 ഘട്ടം,
വെള്ളിക്കടയിലും 10,500 വരുന്ന സഹാബത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കയ്യിലുണ്ടാകുന്ന ഒരു ചെറിയ പാത്രത്തിലെ വെള്ളമായിരുന്നു, അതൊക്കെ തീർന്നുപോയി നബിയേ, ഈ വെള്ളമില്ലാവുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരുടെങ്കിലും വേഗം തപ്പി നോക്കൂ, വെള്ളം കുറച്ചെങ്കിലും കിട്ടാണ്ടോ ഇത്. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നബിയെ, അത് ഒരിക്കൽ കുടിക്കാനേ തികയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ആ 2 കറുപ്പാക്കപ്പെട്ട കയ്യും 10 വിരലും ആ വെള്ളത്തിൽ അങ്ങ് അമർത്തി വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ 10 വിരലിന്റെ ഉള്ളിൽ നിന്നും ധാരധാരയായി ഉറവ് പോലെ വെള്ളങ്ങൾ ചാടാൻ തുടങ്ങി. 1500-ലധികം വരുന്ന സഹാബത്ത് വയറ് നിറച്ചു കുടിച്ചു. അവരുടെ കൈവശമുള്ള പാത്രങ്ങളൊക്കെ വെള്ളം നിറച്ചു വെച്ചു. വെള്ളം നിൽക്കുന്നില്ല. സഹാബത്ത് നിന്നുപോയി പഠിച്ചവനെ, നീ വെള്ളം നിൽക്കാൻ എന്താ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂലിൻ കൈക്ക് വെള്ളപ്പാത്രത്തിൽ നിന്നെടുത്തപ്പോൾ വെള്ളം സ്റ്റോപ്പായി. അതാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത്. ലോകത്തിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ വെള്ളം, 1-ാം നമ്പർ വെള്ളം റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഉറവ പൊട്ടി വന്ന വെള്ളമാണ്. 2ാമത്തെ വെള്ളം സംസം വെള്ളമാണ്. 3ാമത്തെ വെള്ളം നാളെ ആഖിറത്തിൽ റസൂലുള്ള മുക്കിത്തരുന്ന സമതേ, അതേ റസൂലുള്ള മുക്കിത്തരുന്ന ഹൗദുൽ കൗസറാണ്. ഇത് ലോകത്താക്കിയെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ അപൂർവമായ കഴിവുകൾ അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹിക്ക് കൊടുത്തു. പക്ഷേ ഒരു കാര്യം അല്ലാഹ് ചോദിച്ചപ്പോ, ആ റസൂലുള്ളാഹി ചോദിച്ചപ്പോ അല്ലാഹ് പറഞ്ഞു, അത് ചോദിക്കരുത് നബിയെ, അത് തരാൻ പറ്റില്ല. സംഗതി നിസ്സാരാണ് കേൾക്കുമ്പോ, പക്ഷെ പ്രശ്നം ഗുരുതരാ. സൂര്യനെ മടക്കി വിളിപ്പിച്ചതിന്റെ അത്ര വലിയ ടെൻഷൻ അതിനില്ല. പിളർന്ന ചന്ദ്രനെ വീണ്ടും പൂർവ്വദിശയിലേക്ക് കൂട്ടിയതിന്റെ ടെൻഷൻ അതിനില്ല. വിരലുകളിടയിൽ നിന്ന് ഉറവ പൊട്ടി വെള്ളം വന്നതുപോലത്തെ അതിസാഹസികത അതിൽ കാണാനില്ല. ഏതാണ് ആ സംഭവം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പയായ അബൂ താലിബ്, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച അബൂ താലിബ് മരിക്കാൻ കിടക്കുകയാണ്. രോഗശയ്യയിലാണ്. റസൂലുള്ളാഹിക്ക് മനസ്സിലായി അബൂ താലിബിന്റെ മരണം അടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് ഓടിച്ചെന്ന് നോക്കുമ്പോ അബൂ താലിബ് സെക്കൻഡുകൾക്കകം മിനിറ്റുകൾക്കകം മരിക്കാൻ പോവുകയാണ്. മരണത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നൊന്നായി അബൂ താലിബിന്റെ ശരീരത്തിൽ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട പിതൃവ്യനായ എളാപ്പാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കടലിന്റെ കഷ്ടമായ പൊന്നെളാപ്പ, നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ വയ്യാത്ത സ്നേഹം നിങ്ങളോടുണ്ട്, നിങ്ങൾക്ക് എന്നോടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊന്ന് നാക്കുകൊണ്ട് പറഞ്ഞ് ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിക്കണം. അബൂ താലിബിന്റെ ഉള്ളിൽ റസൂലുള്ള അള്ളാന്റെ റസൂലാണെന്ന് 100% ഉറപ്പനാണ്. പക്ഷെ അതങ്ങ് ഓപ്പണായി പറഞ്ഞിട്ടില്ല. കാരണം കുടുംബങ്ങളിൽ ഒരുപാട് ആളുകൾ എതിർപ്പുള്ളവരുണ്ട്. അതുകൊണ്ടൊരു കുടുംബ പ്രശ്നം വേണ്ട എന്ന് വെച്ച് അബൂ താലിബ് തന്റെ ഇസ്ലാമത വിശ്വാസം ഓപ്പണായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ഒരു പരിപൂർണ മുസ്ലിമാകാൻ അത് പോരാ. നാക്കുകൊണ്ട് പറയുകയും വേണം, ഹൃദയത്തിൽ വിശ്വസിക്കുകയും വേണം. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, പറയണമെന്ന് പറഞ്ഞപ്പോൾ മരണശയ്യയിൽ കിടക്കുന്ന അബൂ താലിബിന്റെ വലഭാഗത്തിരിക്കുന്ന മക്കക്കാരനായ അബൂ ജാഹിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അബൂ താലിബേ, ഈ മരിക്കാൻ പോണ സമയത്ത് നീയെങ്ങാനും മുസ്ലിമായ നീ മരിച്ചാല് നിന്റെ ശരീരം മക്കത്ത് പോലും ഞങ്ങൾ മറവടക്കില്ല. നീ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്ന് ഞങ്ങളുടെ കുലദൈവങ്ങളെ തള്ളിപ്പറഞ്ഞാൽ നിന്റെ മക്കയിലെ എല്ലാ അഡ്രസ്സും ഇതോടെ ഞങ്ങൾ അവസാനിപ്പിക്കും. അബൂജാഹിലിന്റെ പാർട്ടിയിലെയും ഭീഷണി വന്നു. ബഹുമാനപ്പെട്ട അബൂ താലിബ് ഒരക്ഷരം മുരിയാടാതെ, കമഹരി എന്ന് പറയാതെ അവിടെ കിടക്കുകയാണ്. ആ കിടപ്പിൽ അബൂ താലിബ് മരണപ്പെടുകയാണ്. അതുകൊണ്ട് ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, അബൂ താലിബ് മുസ്ലിമാണോ ആണോ അല്ലയോ എന്ന് ആലിമീങ്ങളുടെ തർക്കത്തിലുണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് ആള് മുസ്ലിം തന്നെയാണ്. ഹൃദയത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് പോരാ, നാക്കുകൊണ്ട് പ്രഖ്യാപിക്കുകയും വേണം. എന്നാലേ പരിപൂർണ്ണ യഥാർത്ഥത്തിൽ മുസ്ലിമാകുന്നുള്ളൂ. അങ്ങനെ
പ്രിയപ്പെട്ട മൂത്താപ്പയായിരിക്കുന്ന അബൂ താലിബ് മരണശയ്യയിൽ കിടന്നുകൊണ്ട് കലിമത്ത് ഷഹാദത്ത് പറയാൻ, അനുകൂലമായി നാക്കുകൊണ്ടൊന്ന് പറയാൻ തയ്യാറാവാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്തു മുസ്തഫ റസൂലുള്ളാഹി അല്ലാഹുവോട് പറയുകയാണ്, തമ്പുരാനേ, എന്റെ എളാപ്പാനെ ഒന്ന് മുസ്ലിമാക്കി തരണേ. തെറ്റാണോ സഹോദര? ഞാനും കൊടുക്കാരൊക്കെയാണ് പഠിച്ചോനെ, എന്റെ വാപ്പാനെ ഒന്ന് നന്നാക്കി മുസ്ലിമാക്കണേ, എന്റെ മകനെ ഒന്ന് നന്നാക്കി മുസ്ലിമാക്കണേ, മറ്റേ സഹോദരനെ ഒന്ന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണേ എന്ന് ദ്വാരക്കുന്നത് തെറ്റാണോ? അല്ലല്ലോ. എന്നാൽ റസൂലുള്ളാഹി ഉടനടി വന്നു മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്ന ഹബീബിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ കേട്ടോളൂ, വഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഹിദായത്താക്കി മുസ്ലിമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാനേ പാടില്ല. അൽ ഹിദായത്തു അംറുൻ മിൻ ലദൈഹി, ഹിദായത്ത് എന്ന് പറയുന്ന സന്മാർഗ ദർശനം അത് അല്ലാഹ് നേരിട്ട് കൊടുക്കുന്നതാണ്. അത് അവൻ ഉദ്ദേശിക്കുന്നവർക്കാ കൊടുക്കുക. അത് റെക്കമെന്റ് കൊണ്ട് കിട്ടുന്നതല്ല, റെക്കമെന്റ് കൊണ്ട് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് മേലാൽ ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ റെക്കമെന്റ് നടത്തരുത് നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഒരാൾ മുസ്ലിമാവുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഡയറക്റ്റ് കണക്ഷനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ നാട്ടിലുള്ള സർവാളുകളെയും മുസ്ലിമാക്കി കളയണമെന്നുള്ള ദുരാഗ്രഹം നമുക്കെന്ന് വേണ്ട. നമ്മളോട് പറഞ്ഞ് ദീന് പ്രഖ്യാപിക്കാനാണ്, ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. ഹിദായത്ത് ലഭിച്ചവരൊക്കെ കയറി വരുന്നവരാണ്, അല്ലാത്തവരവരുടെ ഭാഗത്തേക്ക് പോകുന്നവരാണ്. അവർക്ക് പണം കൊടുത്തോ മറ്റോ പ്രലോഭനങ്ങൾ നടത്തിയിട്ടോ നിർബന്ധിപ്പിച്ചോ സമ്മർദ്ദം നടത്തിയിട്ടോ അവരെ മുസ്ലിമാക്കാം ഇസ്ലാമിൽ നിയമമില്ല. അങ്ങനെ ഒരാൾ മുസ്ലിമായ മുസ്ലിമാവുകയുമില്ല. മനസ്സുകൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ച് ഒരാളുടെയും പ്രലോഭനവും സമ്മർദ്ദവും കൂടാതെ നാക്കുകൊണ്ട് കലിമത്ത് ഷഹാദത്ത് ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രമാണ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമേ മുസ്ലിമാവൂ. അതുകൊണ്ട് ഇസ്ലാമിൽ സമ്മർദ്ദമില്ല, ഇസ്ലാമിൽ കുതന്ത്രമില്ല, ഇസ്ലാമിൽ പ്രലോഭനമില്ല, ഇസ്ലാമിൽ പ്രീണനമില്ല, ഇസ്ലാമിൽ പീഡിപ്പിക്കലില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഭീകരതയില്ല. ഇതൊക്കെയാണല്ലോ ഈ ഭീകരത എന്ന് പറയുന്നത്. പിന്നെങ്ങനെ ഇത്രയും 140 കോടി മുസ്ലിം? ഇപ്പൊ ഇന്ത്യയിലെ കണക്ക് വെച്ച് നോക്കുക, കേരളത്തിലെ കണക്കെടുത്ത് നോക്കിക്കോ. കേരളത്തിലെ എത്ര മുസ്ലിങ്ങളുണ്ട്? 90,54,000 മുസ്ലിങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട്. ഞങ്ങളുടെ പണി ഇപ്പൊ ഈ കണക്കെടുപ്പാണ്. ഞങ്ങളുടെ ഈ കമ്മീഷൻ കോടതിയിലെ പണി ഇവിടെ ഓരോ ജാതികളും എത്ര ഉണ്ട്, അവരെവിടേക്കാണ് താമസിക്കുന്നത് കണക്കെടുപ്പാണ്. ആ സർവേയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടായി പറയുന്നത് 90 ലക്ഷത്തി സംതിങ് മുസ്ലിങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട്. അൽഹംദുലില്ലാ. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 14.6 കോടി മുസ്ലിങ്ങളുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ ഇവിടെ വരുന്നതിന്റെ 550 കൊല്ലം മുമ്പേ ഇവിടെ വന്ന ഒരു മതമാണ് ക്രിസ്തു മതം. സെന്റ് തോമസ് എന്ന് പറയുന്ന പുണ്യവാളൻ AD 58 റസൂലുള്ളാഹി ജനിച്ചിട്ടും കൂടിയില്ല. റസൂലുള്ളാഹി ജനിക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പേ ക്രിസ്തുമത പ്രചരണവുമായിട്ട് സെന്റ് തോമസ് പുണ്യവാളൻ ഇന്ത്യയിൽ വന്നു, കേരളത്തിലും വന്നു. ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ 7.5 കോടി 8 കോടിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളോ 14 കോടിയാണ്. 500 കൊല്ലത്തിന്റെ ശേഷം വന്ന മുസ്ലിങ്ങൾ എങ്ങനെ 14 കോടിയായി? 500 കൊല്ലത്തിന്റെ ശേഷം വന്ന മുസ്ലിങ്ങൾ എങ്ങനെയാണ് 9 കോടിയായത്? എന്റെ പ്രിയപ്പെട്ടവരെ, 90 ലക്ഷമായത്. ഇത് പണം കൊടുത്തിട്ട് ആളെ കൂട്ടിയതൊന്നുമല്ല. കടാര രാഷ്ട്രീയം പറഞ്ഞിട്ട് വാളിങ്ങനെ കാണിച്ചുകൊടുത്തത് ആകണം മുസ്ലിം എന്ന് പറഞ്ഞതുമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ
കാസർഗോഡ് ജില്ലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം. സയ്യിദുനാ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രബോധനവുമായി ഇന്ത്യയിൽ ആദ്യം വന്ന് കപ്പലിറങ്ങിയത് കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യം സഹാബത്ത് വന്ന സ്ഥലം തൃശൂർ ജില്ലയിലാണ്. ഞങ്ങളുടെ തൊട്ടനാടായി കിടക്കുന്ന കൊടുങ്ങല്ലൂരിൽ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ, ഹബീബ് ബിൻ മാലിക് ദീനാർ, റാഫിഖ് ബിൻ ഹബീബ് തുടങ്ങിയ സഹാബാക്കൾ 14 പേര് കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങി. അവർ ഇസ്ലാമത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി 58 പള്ളി പണിതിട്ടുണ്ട്. ഇവിടെ സഹാബത്ത് മാലിക് ദീനാർ ഖുറാസാനിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പേ 58 പള്ളി പണിതു കേരളത്തിൽ. അതിൽ ഒരു പള്ളിയാണ് കാസർഗോഡ് ഇച്ചിലങ്കോട് ജുമാഅത്ത് പള്ളി, ഒരു പള്ളിയാണ് തളങ്കര മാലിക് ദീനാർ പള്ളി, തലശ്ശേരിയിലെ ചെർമണത്ത പള്ളി, കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളി, തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പള്ളി, ഇങ്ങനെ തുടങ്ങി കേരളത്തിൽ 58 പള്ളികള് മാലിക് ദീനാറും പാർട്ടിയും ഒരു തലം മുതൽ മറ്റേ അറ്റം വരെ നടത്തി പണിതു. 58 പള്ളി. ഈ 58 പള്ളി പണിയാനുള്ള സ്ഥലം കൊടുത്തത് ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ കാശ് വേണ്ടേ? മുസ്ലിമോടെ വേറെ ഉണ്ടോ? ഇല്ലല്ലോ. 58 പള്ളി പണിയാണ് ഹിന്ദുക്കളാണ് സ്ഥലം കൊടുത്തത്. അതിൽ കൊടുങ്ങല്ലൂര് പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, ചേരമാമ്പള്ളി. ആ പള്ളി പണിയാൻ സ്ഥലം കൊടുത്തു എന്ന് മാത്രമല്ല, ആ പള്ളി പണിയാനുള്ള ഇഷ്ടിക വെട്ടുകല്ല് കൊടുങ്ങല്ലൂര് കാളീക്ഷേത്രം എന്ന് പറയുന്ന അമ്പലത്തിന് അവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറാക്കിയ കല്ലാണ്. മാലിക് ദീനാർ കൊടുത്തപ്പോ മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ കൊടുത്തത്. ഭാരതീയ ചരിത്രം വായിച്ചു നോക്കിയാൽ കാണാൻ പ്രിയപ്പെട്ടവരെ, അമ്പലം പണിയാൻ പോയി വെച്ച കല്ലെടുത്തിട്ട് മുസ്ലിമീങ്ങൾക്ക് പള്ളി പണിയാൻ കൊടുത്ത ആർഷഭാരത സംസ്കാരം, അതിന് എന്ത് പേര് വിളിച്ചാലും കൊള്ളാം. അതാണ് ഭാരതീയ സംസ്കാരം, അതാണ് മാനവിക സംസ്കാരം, അതാണ് ഇന്ത്യൻ സംസ്കാരം. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ കണ്ടുകൊടുത്തു. ഒരു വർഗീയത ഉണ്ടായില്ല. മുസ്ലിങ്ങളൊക്കെ ഈ കൊള്ളല്ലാത്തവരും ഹിന്ദുക്കളായിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മതം ചേർക്കുന്നവരല്ല വല്ല ഹിന്ദുക്കളും കൊടുക്കോ പള്ളി പണിയാൻ കണ്ടി കൊടുക്കോ? തന്നെയല്ല, ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ ചരിത്രത്തിൽ, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ ചരിത്രത്തില് ഇന്ത്യയിൽ ഇസ്ലാമത പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു യുദ്ധം നടത്തിയതായി കാണാനില്ല. ഉണ്ടോ? ഇല്ലാന്ന്. പിന്നെ ഇന്ത്യയിൽ എങ്ങനെ മുസ്ലിമീങ്ങളൊക്കെ അത്ര ഉണ്ടായി എന്ന് ചോദിച്ചപ്പോ കുമാരനാശാൻ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. കുമാരനാശാൻ ആള് മുസ്ലിം അല്ലാട്ടോ, ആശാന കുമാരനാശാൻ. അയാളുടെ ദുരവസ്ഥ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് മലയാളത്തിൽ. ആ ദുരവസ്ഥ എന്ന് പറഞ്ഞ കിതാബില് കുമാരനാശാൻ 12 പേജ് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. 1921 മലബാർ എന്ന് പറയുന്ന മലപ്പുറം ജില്ല അടക്കമുള്ള സ്ഥലങ്ങളില് കലാപം നടക്കുന്നതിന് നിരപരാധികളായ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൊണ്ടുകൊടുക്കുകയാണ് എന്ന് ആലപ്പുഴക്കാരനാണ് കുമാരനാശാൻ. ആലപ്പുഴയിൽ നിന്ന് അന്ന് മലപ്പുറത്തേക്ക് വരാൻ വണ്ടിക്കാരൊന്നുമില്ല. 1921 ആലപ്പുഴയിലിരിക്കുന്ന കുമാരനാശാനോട് മലബാറിലുള്ള മാപ്പിളാര് ഹിന്ദുക്കളൊക്കെ വെട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ആരോ പോയി ഒരു കള്ളം പറഞ്ഞപ്പോ അത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി എഴുതിയുണ്ടാക്കിയ കിതാബാണ് ദുരവസ്ഥ. പിന്നീട് കുമാരനാശാൻ ബോട്ടപകടത്തിൽ വെച്ച് വഫാത്താകുന്നതിന്റെ മുമ്പേ അദ്ദേഹം തന്റെ ശിഷ്യന്മാരോടും മലയാള കവികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ദുരവസ്ഥയിൽ ഞാൻ മുസ്ലിങ്ങളെ പറ്റി എഴുതിയത് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് തിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അല്ലാഹു തൗഫീഖ് കൊടുത്തില്ല. ആലപ്പുഴയിലെ ഒരു കായലിലുണ്ടായ ബോട്ടപകടത്തിൽ മഹാകവി കുമാരനാശാൻ മരണപ്പെട്ടുപോയി. എങ്കിലും ആ കുമാരനാശാന്റെ ദുരവസ്ഥയില് 12 പേജിൽ മുസ്ലിമീങ്ങളെ കുറ്റം പറയുമ്പോ ആ കുറ്റം പറയുന്നതിന്റെ അപ്പുറത്തന്നെ കുമാരനാശാൻ സത്യം പറഞ്ഞു വെച്ചു. ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് ഇത്ര അധികം ഉണ്ടായത്? പെണ്ണെട്ടി കുട്ടികളുണ്ടാക്കിയതാണോ? ഒരാജ്യന്മാരും മൂല്യന്മാരും 4 പെണ്ണും കെട്ടി 400 കുട്ടികളുണ്ടാക്കിയതല്ല. വേറെ പണിയൊന്നുമില്ല, കുട്ടികളുണ്ടാക്കൽ മാത്രമല്ലല്ലോ ഏർപ്പാട്. കുമാരനാശാന്റെ പുസ്തകത്തിൽ മുസ്ലിങ്ങൾ ഇത്ര സംഖ്യ ഉണ്ടാവാനുള്ള കാരണം പെണ്ണ് കെട്ടിയതുകൊണ്ടാണെന്നല്ല പറഞ്ഞത്.
കുമാരനാശാൻ എഴുതി വെച്ചത് നിങ്ങൾക്ക് ഞാൻ കൽപ്പിക്കാം. അദ്ദേഹം എഴുതി വെച്ചു, എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട റൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുന്നിട തെറ്റും പേടിക്കണ്ട നമ്പുരാരെ. തൊട്ടുകൂടാത്തവർ ചിന്തിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പറ്റാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോ തമ്മിലുള്ളാത്തൊരിങ്ങനെ ഒട്ടല്ല കോജാതിക്കോമരങ്ങൾ. ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമീ കൂട്ടർ സഹിത്തി പൊറുതി മുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താന് കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം. കേരളത്തിങ്കൽ മുസൽമാൻ പശ്ചിമ പാലങ്ങളിൽ നിന്നു വൻകാടലിൽ തീറും തിരകൾ കടന്നോരി മലയ മേറിയ വന്നവരേറെയില്ല. തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തോ തമ്മിലുള്ളാത്തൊരിങ്ങനെ ഒട്ടല്ല ഭോജാതി കോമരങ്ങൾ. ഇലാമരം ഇവിടെ വളർന്നു വന്നിരിക്കാണ്ടായ കാരണം മോനെ പോലെ അഞ്ചാമത്തെ തപ്പില് അങ്ങോട്ട് തിരിഞ്ഞുറങ്ങുന്ന ആളെ വിളിച്ചാൽ ഇങ്ങോട്ട് ചിരിക്കാൻ പറയും. തന്നെ അത് വരും. ഇവിടെ മുസ്ലിം സമുദായം ഇത്രയധികം ആൾക്കാരുണ്ടാകാനുള്ള കാരണം വർഗീയ പ്രീണനമല്ല, പണം കൊടുത്ത് ആളെ കുട്ടിയതല്ല, പെണ്ണെട്ടിയിട്ട് കുട്ടികളെ ജനറേഷൻ ഉണ്ടാക്കിയതല്ല. കുമാരനാശാൻ എഴുതി വെച്ചു, എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട വേറെ ചെറുമൻ പോയി തൊപ്പികെട്ടാൽ ചിത്രാം അവനെത്തി താരത്തിടുന്നിട ചെട്ടും പേടിക്കണ്ട നമ്പുരാരെ. ഇതാണ് ഇസ്ലാമിനോട് വളർത്തിയത്. ലോകത്ത് മൊത്തത ഏത് നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടാകുന്നോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാടും തൃശ്ശൂരും കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ചില മനുഷ്യന്മാർക്ക് ഇവിടെ തുണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. ചിലർ തുണിയെടുക്കുക, ചിലരൊക്കെ ഓപ്പണായി നടക്കുക. ചില സ്ത്രീകൾക്ക് അവരുടെ ബ്രസ്റ്റ്, ആ സ്ത്രീകളുടെ സ്ഥാനം പുറത്തു കാട്ടിയിട്ട് തന്നെ നടത്തിക്കോളണം. അത് വലിയ ചെറിയ വിഭാഗങ്ങൾക്ക് ഉള്ള ആഗ്രഹമായിരുന്നു. ചില സ്ത്രീകൾക്ക് ഇവിടെ സ്ഥാനം മറക്കാൻ ബ്രേസിയറുടെ സ്വാതന്ത്ര്യമില്ലാന്ന് അവരുടെ സ്ഥാനമൊക്കെ പുറത്ത് കാണിച്ചിങ്ങനെ ഒന്നും മുഴപ്പിച്ച് നടത്തിക്കുക. കുറച്ച് ആൾക്കാർ ഇങ്ങനെ നോക്കി നിന്ന് രസിക്കുക. അതൊക്കെ പോട്ടെ. ഇപ്പൊ നമ്മള് ദിവസം നേരം കൊടുക്കുമ്പോ നമ്മുടെ ധനകാര്യ മന്ത്രി ടി വിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ബജറ്റിനെ പറ്റി. അവിടെ ആനുകൂല്യം കൊടുക്കുന്നു, ഇവിടെ അത് കൊടുക്കുന്നു, ഇത് അത് കൊടുക്കുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അക്കൂട്ടത്തിൽ പല പല ടാക്സുകളെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, ആ ടാക്സ്, ഈ ടാക്സ് എന്നൊക്കെ. പക്ഷെ ഭൂമിയിൽ കേട്ട് കേൾവില്ലാത്തൊരു ടാക്സ് ഇവിടെ നടപ്പാക്കിയിരുന്നു ഒരു കാലത്ത് സവർണ ജാതിക്കാർ, കീഴ്ജാതിക്കാർക്കെതിരെ. അതെന്താ? ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ നഗ്നതയായ ഔറത്തായ മുല മറച്ചാൽ, തനം മറച്ചാൽ, ബ്രസ്റ്റ് മറച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ അവർ ഏർപ്പെടുത്തിയിരുന്ന ശിക്ഷ എന്തായിരുന്നു എന്നറിയോ? ഒരു പെണ്ണിനോട് ചോദിക്കും, എത്ര ദിവസം മറച്ചത് ഈ മുല? തന എത്ര ദിവസം ബ്രേസിയറിട്ട് കെട്ടി ജാക്കറ്റൊക്കെ ഇട്ട് മറച്ചത്? 10 ദിവസം. 10 × 5 50 രൂപ മുല ടാക്സ് അടച്ചു പോയിക്കോന്നാണ്. അതെ, നിങ്ങൾ ഭാരതീയ ചരിത്രം വായിച്ചു നോക്ക്, കേരളീയ ചരിത്രം നോക്ക്. അവഗണിക്കപ്പെട്ടുപോയ അധസ്ഥിത വർഗങ്ങളായ പിന്നാക്കക്കാരായ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന പട്ടികജാതി എന്ന് വിളിക്കപ്പെടുന്ന ജഗതി വിഭാഗത്തിന്റെ പെണ്ണുങ്ങൾക്ക് സ്ഥലം മറക്കാൻ അവകാശമില്ലാത്തടുത്ത് അവരുടെ മാറുമറച്ച മുലയ്ക്ക് വേണ്ടി ടാക്സ് അടച്ചിരുന്ന വൃത്തികെട്ട സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു. അവിടെയാ മാലിന്യത്തിനാണ് തങ്ങൾ കയറി വരുന്നത്. ഇനി ആരായി മുല ടാക്സ് നിർത്തിയത്? ആരാ? നമ്മൾ പഠിച്ചു വെക്കേണ്ട ചരിത്രം. ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി. ടിപ്പു സുൽത്താൻ ഷഹീദാണ്, വലിയാണ്, ആരിഫാണ്, ആബിദാണ്, സൂഫിയാണ്, തരീഖത്ത് സ്വീകരിച്ച ആളാണ്. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ സിദ്ധി തരീഖത്തിലെ മെമ്പറാണ് ടിപ്പു സുൽത്താൻ. പക്ഷേ ഫോട്ടോ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല അല്ലേ? അതിനെ പറ്റി നമുക്ക് വളരെ പറയാറുണ്ട്. ഫോട്ടോ കാണുമ്പോൾ എങ്ങനെ ടിപ്പു സുൽത്താന്റെ ഫോട്ടോ പോലെ നമുക്ക് ലഭ്യമായ ഫോട്ടോ മീശക്കനെ ചുരുട്ടി വെച്ചിട്ട് വീരപ്പന്റെ സ്റ്റൈലില് മീശക്കയുടെ ചുരുട്ടി മേപ്പോട്ട് വെച്ചിട്ട് ഒരു വില്ലൻ റോഡില് ഒരു വാളിങ്ങനെ കുടിച്ചിട്ടിരിക്കുന്നത് ഏതോ ഒരു ഭീകരന്റെ ഫോട്ടോ ആണ്, ടിപ്പുവിന്റെ ഫോട്ടോ. അതാണ് ടിപ്പുവിന്റെ ഫോട്ടോ എന്ന് ആരാ കണ്ടത്? 300 കൊല്ലം മുമ്പ് ഫോട്ടോ എടുക്കുന്ന സാധനമുണ്ടോ അവിടെ? ഇല്ലെന്ന്. ഒരു ചരിത്രകാരന്റെ ഭാവനയിൽ വരച്ചു വെച്ചിരിക്കുന്ന വൃത്തികെട്ട ഫോട്ടോ ആണത്. അതല്ല ടിപ്പുവിന്റെ ഒറിജിനൽ ഫോട്ടോ. എന്നാ പിന്നെ അക്ബർ ചക്രവർത്തിയുടെ ഫോട്ടോ കണ്ടെങ്കിൽ അക്ബർ
അക്ബർ ചക്രവർത്തി ഇങ്ങനെ ചിരിച്ചിട്ട് എന്തോ ഒരു സൗമ്യതയുള്ള മുഖം അല്ലേ, 14 ഉദിച്ച പോലുള്ള മുഖമായിട്ടാണ് അക്ബറിന്റെ ഫോട്ടോ വരുന്നത്. കഥ കളിച്ചത് ആരാ? അതിന്റെ ഇടയിൽ കൂടെ കള്ളം കളിച്ചിട്ടുണ്ട്. അവരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കിയിരിക്കുന്നത്. അവരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കിയിരിക്കുന്നത്. അവന്റെ പേരാണ് അമേരിക്ക, എന്ത് ഇസ്രയേൽ, എന്ത് യഹൂദി രാഷ്ട്രം. എന്റെ പ്രിയപ്പെട്ടവരെ, അവരാണ് ഭാരതത്തിന് ചരിത്രം എഴുതി വെച്ചവര്. മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കിയതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് ഇംഗ്ലീഷുകാരാ. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ ഇല്ലാത്ത നുണച്ചരിത്രം ഇവിടെ എഴുതി വെച്ചു. 500ഓളം അമ്പലം പൊളിച്ച ആളാണ് ടിപ്പു സുൽത്താൻ. 500ഓളം അമ്പലം പൊളിച്ച ആളാണ് ടിപ്പു സുൽത്താൻ. നിങ്ങൾ കേട്ടോ, ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്ഥലവും നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ്. ഞങ്ങൾ അവിടുന്ന് 40 കിലോമീറ്ററേ ഉള്ളൂ ഗുരുവായൂർ. ആ ഗുരുവായൂരില് ദേവസ്വം ബോർഡിന്റെ രേഖയിൽ എപ്പോഴും ചെന്നാൽ കാണാം, ചാവക്കാട്ടെ അഹമ്മദ് ഹാജിയുടെ കയ്യിൽ നിന്ന് 50 പറ ഹെക്ടർ ഭൂമി വാങ്ങുകയും അത് ഗുരുവായൂർ അമ്പലത്തിന് വഖഫ് ചെയ്ത് ചാർത്തിക്കൊടുക്കുകയും ചെയ്ത ഭരണാധികാരി മഹാനായ ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനോട് കലത്തിൽ വന്നോർ വെക്കാതെ ചണ്ടപ്പോ രുദീശീതായോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അക്ബർ ചക്രവർത്തിയുടെ ഫോട്ടോ നന്നാക്കി വരയ്ക്കാനുള്ള കാരണം ഇസ്ലാമിക ശരീഅത്തിന് വെല്ലുവിളിച്ചവനാണ് അക്ബർ ചക്രവർത്തി. 14 രജപുത്ര സ്ത്രീകളെ വിവാഹം കഴിച്ച് ഇസ്ലാമിക ശരീഅത്തിനെതിരെ വേറെ ഒരു മതമുണ്ടാക്കി അക്ബർ ഉണ്ടാക്കിയ മതത്തിന്റെ പേര് ദീനേ ഇലാഹി എന്ന് പറയുന്ന ഒരു സമാന്തര ഇസ്ലാം ഉണ്ടാക്കുകയും 14 രജപുത്ര സ്ത്രീകളെ ഭാര്യമാരാക്കി വെപ്പാട്ടികളാക്കി വെക്കുകയും ചെയ്ത ഇസ്ലാമിക ശരീഅത്തിന് വെല്ലുവിളിച്ചവനാണ് അക്ബർ. അയാളെ മീശ നന്നാക്കി വരച്ചു വെച്ചിട്ട് നല്ല സ്ഫുടതയുള്ള മുഖം കൊടുത്തിട്ട് നല്ല വർണ്ണനയുള്ള കടലാസുകളിൽ പതിച്ചു വെക്കുമ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കളെയും മാരിഫീങ്ങളെയും സ്വാലിഹീങ്ങളെയും ബഹുമാനിക്കുകയോ സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്ത ടിപ്പു സുൽത്താനെ പോലത്തെ ആളുകളെ ഭീകരന്മാരാക്കി ചിത്രീകരിച്ചത് ഇംഗ്ലീഷുകാരന്റെ ചരിത്രത്തിന്റെ കുതന്ത്രമാണ്. അത് മുസ്ലിം സമുദായം മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ നിഷ്പക്ഷമതികളായിരിക്കുന്ന ഹിന്ദുക്കളും ഈ രാജ്യത്തെ യഥാർത്ഥ ക്രിസ്ത്യാനികളും ഈ ചരിത്രത്തിന്റെ ദുരന്തം മനസ്സിലാക്കുകയും അതുകൊണ്ട് ഇന്ത്യയുടെ യഥാർത്ഥ ഹിസ്റ്ററി, ഒരു ഇന്ത്യൻ ഹിസ്റ്ററി, ഒരു സത്യസന്ധമായിരിക്കുന്ന ഇന്ത്യ ചരിത്രം ഉണ്ടാക്കുന്നതില് ജാതി രാഷ്ട്രീയ വർഗ ദേശഭേദമെന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരികയും വേണമെന്ന് ഈ വാദിന്റെ ഉറൂസിന്റെ വാതിൽ ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി, ഒരു ഭാരതീയ സംസ്കാരത്തിന് വേണ്ടി, ഒരു ജനാധിപത്യ ഇന്ത്യയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഒരു മതനിരപേക്ഷത ഇന്ത്യയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയാണ് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. പ്രിയപ്പെട്ടവരെ, വലിയാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, പറഞ്ഞു വന്നപ്പോ ചരിത്രത്തിന്റെ ഭാഗമൊന്ന് കടന്നുപോയതാണ്. ആരാണ് ഈ വലിയ ഔലിയാന്നൊക്കെ പറഞ്ഞാൽ അത് എന്റെ വിഷയത്തിൽപ്പെട്ടതല്ല. എന്നാലും വന്നുപോയപ്പോ വിഷയമല്ലെന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റുമോ? മുമ്പോ ശേഷമോ ഔലിയാക്കളും കറാമത്തും എന്നൊരു വിഷയം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കയ്യിട്ട് വാങ്ങുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടില് അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഹോൾസെയിലും റീറ്റെയിലുമായി 1-ാം നമ്പറിൽ കച്ചവടം നടത്തുന്നു. ഔലിയാക്കളെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടാറില്ല. ഞങ്ങളോടൊപ്പം ഔലി വന്നിട്ടുണ്ട്. എന്താ? ജമാലുദ്ദീൻ ബഗ്ദാദി. അയാളുടെ പേരാണ് ജമാലുദ്ദീൻ ബഗ്ദാദി. ഈ ബഗ്ദാദി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ വന്നിട്ടോ, അമ്മ എന്താ ബഗ്ദാദി? ബഗ്ദാദിലുള്ള ഒരു യഹൂദി വന്നാലും അവനും ബഗ്ദാദിയ. അത് അത്രയല്ല കേട്ടോ. ജമാലുദ്ദീൻ ബഗ്ദാദി ഒരു പച്ച ഫുഡൊക്കെ വെച്ചൊരു ഭയങ്കര പള്ളി പോലത്തെ ഒരു മിനാരൊക്കെ ഉണ്ടാക്കി, പച്ച പെയിന്റ് അടിച്ച് 4 പച്ച കൊടി കുത്തി അവനെ കാണാൻ വരുന്ന ആളുകളെ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട്.
നമ്മുടെ ഉടുതുണിയുടെ അകത്ത് വല്ല കെമിക്കൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സിഗ്നൽ പിടിക്കുന്ന സാധന ഈ മെറ്റൽ ഡിറ്റക്ടർ. നമ്മുടെ എയർപോർട്ടിലേക്ക് അങ്ങ് കിടക്കുമ്പോ അവസാനത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമ്മളെ എയർപോർട്ടിന്റെ ഉള്ളിൽ കിടന്ന കസ്റ്റംസ് എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞാൽ അവസാനത്തെ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങില് ഈ മെറ്റൽ ഡിറ്റക്ടറിന്റെ ഉള്ളിലൂടെ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് കിടക്കുമ്പോൾ ചീന്ന് പറയും, ഇങ്ങോട്ട് വരുമ്പോൾ ചീന്ന് പറയും. രണ്ടും പറയാതിരുന്നാൽ എന്തോ കുഴപ്പമുണ്ട്, സംതിങ് റോങ്. ഉടനെ ഒരു ശക്തമായിരിക്കുന്ന പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനത്തെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടാണ് ജമാലുദ്ദീൻ ബഗ്ദാദി ആളുകളെ സ്വീകരിക്കുന്നത്. കാരണം മരിക്കാൻ വല്ലാത്ത പേടിയാ. ഏതെങ്കിലും ആളുകൾ കൊന്നാലോ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കും മരിക്കാൻ പേടിയുണ്ടോ? അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അവർക്ക് പേടിയില്ല, വിഷമമില്ല, ഒന്നുമില്ല. അവരെപ്പോഴും ഹാപ്പി മാൻമാരാണ്, അവരെപ്പോഴും സന്തോഷമുള്ളവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ അല്ലാഹുവിന്റെ പറ്റിക്ക് മാത്രം കണ്ടവരാണ്. ഇയാൾ ചെയ്ത പണി എന്താണെന്നറിയോ? സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് അതിൽ 4 കുട്ടികളുണ്ട്. കറാമത്തന്നെ അത് മുരീദന്മാരോട് ഞാൻ ചോദിച്ചു, ഒന്ന് ഈ കാസർഗോഡ് 1-2 ആൾക്കാരെന്നെ വിളിച്ചിട്ട് വെച്ചാൽ ഉസ്താദേ നിങ്ങളുടെ തൃശ്ശൂരിൽ വലിയ ഒലിയുണ്ട് കേട്ടുണ്ടല്ലോ. ആ ഉണ്ട്. ഞങ്ങളുടെ തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും വലിയ ഔലിയപ്പം എടുക്കുന്നത്. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഔലിയ കെടുക്കുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പള്ളിയുടെ ഉള്ളിലാണ്. മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ ഹബീബ് ബിൻ മാലിക്കിന്റെയും അമരിയ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഖബർ ചേരമാൻ പള്ളിയുടെ വലഭാഗത്താണ്. ഉറപ്പായ ചരിത്രങ്ങളാണ്. സ്വഹാബത്തിനേക്കാൾ വലിയ വഴിയില്ല. കുതുബുൽ മഹീദ് തങ്ങളായാലും അഹ്മദ് അൽ കബീർ ജുഫാരി തങ്ങളായാലും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ദറജയുടെ നേരെ ചോട്ടിൽ അവരുടെ ദറജ. സഹാബത്തിന്റെ ദറജയാണ് ഏറ്റവും വലിയ ദറജ. ഞാൻ ആ ചോദ്യ കർത്താവിനോട് പറഞ്ഞു, അതെ അവിടെ ഭയങ്കര വലിയുണ്ട്, നിങ്ങൾക്ക് എന്താ പോണോ? അല്ല, മൂപ്പരുടെ അഡ്രസ് ഒന്ന് കിട്ടണം. എന്തിന് അഡ്രസ്? നിങ്ങൾ ചേരമാൻ പള്ളിയിൽ പോയാൽ എപ്പോ വേണമെങ്കിലും സന്ദർശിക്കാം. ഒരു ഫോർമാലിറ്റീസ് ഇല്ല, ടിക്കറ്റ് വേണ്ട, ക്യൂ വേണ്ട, നേരിട്ടില്ല. ഞാൻ അതല്ല പറഞ്ഞത്. ജമാലുദ്ദീൻ ബഗ്ദാദി സ്വന്തം പെങ്ങളെ ഭാര്യയാക്കി വെച്ച് അതിൽ 4 കുട്ടികളെ ജനിപ്പിച്ചു പോയ, ഇസ്ലാമിക ശരീഅത്തിന് വെല്ലുവിളിച്ചു പോയ, അക്ബർ ചക്രവർത്തിയേക്കാൾ നീചമായ പ്രവർത്തനം നടത്തുന്ന ഇവന്റെ പേരിൽ വലിയാണെന്ന പരിവേഷം വെച്ചിരിക്കുന്നു. ഇത് പറഞ്ഞാൽ ശരീഅത്തിനെതിരായി ഏതെങ്കിലും പണ്ഡിതന്മാരാണ് വാല്യം അറിയാം. അവർ ചെല്ലുന്ന ആൾക്കാർ ആദ്യം പറഞ്ഞു മുസ്ലിയാക്കന്മാർക്കൊന്നും ഔലിയാക്കളെ മനസ്സിലാക്കാനുള്ള കൈവാള കൊടുത്തിട്ടില്ല. ഇത് വേറെ റൂട്ടാണ്, അത് വേറെ റൂട്ടാണ്. എന്ത് റൂട്ടാണ്? ഇവർക്ക് മാത്രമായിട്ട് റൂട്ട് പറയും. ഇതിനൊക്കെ മാത്രം മുസ്തഖീം എന്ന് പറഞ്ഞ റൂട്ടല്ലാതെ പിന്നെ എന്റെ മണ്ണാങ്കട്ട റൂട്ടല്ലത്. അവനെ തല്ലി കൊല്ലേണ്ടതാണ്. ഉമർ ബിൻ ഖത്താബിന്റെ പറഞ്ഞാണെങ്കിൽ അവൻ യമപുരിയിലേക്ക് പോയിട്ടുണ്ടാവും. അള്ളാഹുവിനെ എടുക്കുന്നതിന് പ്രത്യേക ബന്ധമുണ്ടെന്നും അത് മറ്റാർക്കും ചെയ്യാത്ത ബന്ധാണെന്ന് വെച്ചാൽ ബാധിച്ചാൽ അവൻ മൂർഖത്താണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധതയിലുള്ള. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലത്തെ കുറെ കള്ളന്മാരായ നാണയങ്ങൾ നമ്മളെ കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇവിടെ ഔലിയാക്കളെക്കല്ലാകാണ്, ഇവിടെ ജിന്നാണ്. ആകെ പൊത്തിലും മൂലയിലും മുക്കിലൊക്കെ ജിന്ന്. ആള് രാവിലെ 8 മണി മുതൽ 12 മണി വരെ ജിന്നുണ്ടായിരിക്കും. മൂപ്പരിക്ക് സൺഡേ ഹോളിഡേ. ജിന്നിനുണ്ട് ഞായറാഴ്ച. ഈ നമ്പർ 1 തട്ടിപ്പ്. ഞാൻ ഈ അടുത്ത ഒരു ജിന്നിനെ കൊണ്ടുപോയി ഇവിടുത്തെ പ്രമാദമായിരിക്കില്ല വേറൊന്നും ഞാൻ പറയുന്നു. വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് വെച്ചിട്ടാണ് ഞാനും പോയത്. ചിന്തകൾക്കല്ല, മലക്കുകൾക്കല്ല, മനുഷ്യരതയാണ് മലകുറവായ അലൈഹിസ്സലാമെന്ന മലക്കിന് പ്രവേശനമില്ലാത്ത സിദ്റത്തുൽ മുൻതഹാ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ തെക്കുപോകത്തിന്റെ അടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ ജിബ്രീൽ എന്ന മലക്ക് കൊണ്ടുപോയി നിർത്തി. സിദ്റത്തുൽ മുൻതഹാ എന്ന് പറഞ്ഞ ലോകത്തിന്റെ ബോർഡറാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ലോകത്തിന്റെ ബോർഡറാ. തലപ്പാടി തെക്ക് പോർച്ചി എന്ന് പറഞ്ഞാൽ കേരള കർണാടക ബോർഡറാ. വാഗ തെക്ക് പോർച്ചി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ബോർഡറാ അല്ലേ? എന്നാൽ പ്രപഞ്ചത്തിന്റെ തെക്ക് പോർച്ചി ലോകത്തിന്റെ ബോർഡറാണ്. അതിർത്തി വരപ്പാണ് സിദ്റത്തുൽ മുൻതഹാ. ആ സിദ്റത്തുൽ മുൻതഹായിലടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി നിർത്തി. റസൂൽ
റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, ഇവിടുന്ന് അങ്ങോട്ട് കടക്കാനുള്ള പ്രവചനമില്ല, കടക്കാനുള്ള പവറിന്റെ ശരീരത്തിലില്ല. ഈ അതിർത്തി വലയം പ്രൊട്ടക്ടർ ഏരിയയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞാനും കടന്നാൽ ഭസ്മമായി വീഴുപോകും. ഇവിടുന്ന് അങ്ങോട്ട് റബ്ബിന്റെ മേഖലയാണ്. കടക്കാൻ ഒരു ചരാചരത്തിനും സാധ്യമല്ല നബിയേ. വിപരീതമാണെന്ന് പറഞ്ഞു. അവരെ കുത്തരി പറഞ്ഞപ്പോ മുഹമ്മദ് തങ്ങളുടെ വളരെ വയസ്സനായി നിൽക്കുന്ന സമയത്ത് അനന്തതയിലൊന്ന് വെളിവന്നു. അള്ളാന്റെ വിളി, അനല്ലാ, ഞാനാണ് അല്ലാഹു, കടന്നു തരൂ നബിയേ. ജിബ്രീൽ കടക്കാത്ത സ്ഥലത്ത്, മലായികത്ത് കടക്കാത്ത സ്ഥലത്ത്, ജിന്നുകൾ കടക്കാത്ത സ്ഥലത്ത്, ശൈത്താൻ കടക്കാത്ത സ്ഥലത്ത് കടന്ന ഏക മനുഷ്യനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. മനുഷ്യവർഗത്തെ ഒരൊക്കെ കറണ്ടാൻ വേണ്ടിയാണ് കണ്ടോ. ഇത് ജിന്നിനേക്കാൾ വലിയ കഴിവ് അള്ളാഹ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സാധനത്തിൽ പോക്കറ്റിൽ വെച്ചിട്ട്, ഈ സാധനം വലിയ കഴിവ് നമ്മളെത്തുണ്ട്. ഇതൊക്കെ പോക്കറ്റിൽ വെച്ചിട്ട് മറ്റവന്റെ പിന്നാലെ ഓടുകയാണ്. നമ്മളെ മുസ്ലിങ്ങൾക്ക് മൊത്തം പറ്റിയ കുഴപ്പമില്ല. ലോകത്തിന്റെ എല്ലാ കണ്ടുപിടുത്തം ഉണ്ടാക്കിയത് നമ്മളെ, ലോകത്തിന്റെ എല്ലാ പുരോഗതി നമ്മളാ. പക്ഷെ എന്നാ നമ്മളാണെങ്കിലോ ഒന്നുമല്ലേ. ഞാൻ എന്റെ വിഷയം തീവ്രവാദം അവിടെ അങ്ങോട്ട് പോകാൻ പോലും ഓരോ എക്സാമ്പിളാണ്. ഒന്നിനെ കാര്യങ്ങളും ഈ സദസ്സിനുള്ള മൊത്തം തോന്നുകയാണ്. ലോകത്തിലെ ആദ്യത്തെ ഡോക്ടറുടെ പേരൊന്ന് പറയാൻ പറ്റും. ലോകത്തിലെ ആദ്യത്തെ ഡോക്ടർ, ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, മെഡിക്കൽ കോളേജിലെ പ്രൊഫസറെ വിളിച്ച് ചോദിച്ചാൽ ലോകത്തിലെ ആദ്യത്തെ ഡോക്ടറുടെ പേരെന്താ ഡോക്ടറെ എന്ന് ചോദിച്ചാൽ ഡോക്ടർ ചിലപ്പോൾ ചൈനക്കാരന്റെ, കൊറിയക്കാരന്റെ, ജപ്പാൻകാരന്റെ, അമേരിക്കക്കാരന്റെ, ഇസ്രായേൽക്കാരന്റെ പേര് പറയും. പക്ഷേ ലോകത്തിലെ ആദ്യത്തെ ഡോക്ടർ അതല്ല. ലോകത്തിലെ ആദ്യത്തെ ഡോക്ടർ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, യഹൂദിയല്ല, സിഖുകാരനല്ല, നിരീശ്വരവാദിയല്ല, ഭൗതികവാദിയല്ല. ലോകത്തിലെ ആദ്യത്തെ ഡോക്ടർ ഒറിജിനൽ മുസ്ലിമാണ്, വലിയാണ്, അല്ലെങ്കിൽ നബിയാണ്. ആ ഡോക്ടറുടെ പേര് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ആ ഡോക്ടർക്ക് വേണ്ടി അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ഇനി ഇറങ്ങിയ ഡോക്ടറാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. ലോകസാധ്യമായി മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചാണ് ലുഖ്മാനുൽ ഹകീമാണ്. ലോകസാധ്യമായി കൊണ്ട് വയർ ഓപ്പറേഷൻ നടത്തിയ സർജൻ ലുഖ്മാനുൽ ഹകീമാണ്. അതിന്റെ മുമ്പ് ലോകത്ത് ഡോക്ടർ ഉള്ളതായി ഒരു മേഖലത്തിലുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നബിയാണോ അല്ലയോ എന്ന് തർക്കത്തിൽ ഇരിക്കുന്ന ലുഖ്മാനുൽ ഹകീമിന്റെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല, 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന്റെ പേര് അമ്മ വെച്ചതെന്താണ്? സൂറത്തുൽ ലുഖ്മാൻ. സൂറത്തുൽ ലുഖ്മാൻ. ഡോക്ടർ നമ്മള് ധൈര്യം പറഞ്ഞു, എവിടെ വേണമെങ്കിൽ പോയി പറഞ്ഞോ, എനിക്ക് നമ്മൾ തരാം കേട്ടോ. അതുപോലെ ഗുരുവാണിക്കും പറയുന്നതല്ല. ഈ ലോകത്തിലാദ്യത്തെ എഞ്ചിനീയറാണ്. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഓടുക, ഒന്ന് കോളേജിൽ ഒരു ടിക്കറ്റ് വെച്ചോ, നമുക്ക് നേരത്തെ 10-20 വയ്ക്കാൻ വേണ്ടി കൂടെ എനിക്ക് വരുന്നുണ്ട്. ഒരു സാധനം വിളിച്ചത്, സാധനം വിളിച്ചത്, അങ്ങനെ ഏത് കോളേജിൽ വിളിച്ചാലും പറയുന്നത് എന്റെ കുട്ടിക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ടിക്കറ്റ് മെറിറ്റിൽ കിട്ടാൻ ഉത്സാഹം 35 ലക്ഷമാണ് MBBS ജോലി എടുക്കുന്നത്. MD ആകുമ്പോൾ 35, വേറെ 70 പ്ലസ് 5 കൊല്ലത്തെ ഫീസും ബോർഡിനും കൂടിയാൽ ഒരുത്തൻ MBBS MD ഡോക്ടർ ആവണമെങ്കിൽ 1 കോടി രൂപ വേണം. ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ മക്കള് എങ്ങനെയാണ് ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് എത്തപ്പെടുക? പ്രിയപ്പെട്ടവരെ, 1 കോടി രൂപ വേണം ഡോക്ടറായിട്ട്, ഒരു മിനിമം ഡോക്ടറായിട്ട്. ചിലപ്പോഴും വെച്ചിട്ട് വേറെ സാധാരണക്കാരായ നമ്മുടെയൊക്കെ കടമറയാ സുഖാനുള്ള. അപ്പോൾ ഒരാൾ ആഗ്രഹം എന്റെ മകനെ ഒന്ന് എഞ്ചിനീയറാക്കണം. വിദ്യാർത്ഥികൾ നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് മൊഴിയാലും തങ്ങളും കേൾക്കുക. എന്റെ കുട്ടിയുടെ അപ്ലിക്കേഷൻ അവരെ ഒന്ന് സ്വീകരിക്കണം, ഫാദറുകൾ സ്വീകരിക്കണം, സിസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി പോയി. ഈ
ഈ വിദ്യാഭ്യാസം കാണുകയാണ്. നമ്മൾ പള്ളിക്കൂടങ്ങളിൽ കോച്ച് പള്ളിയിൽ ഇരിക്കേണ്ടവരാണ്. അവർ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജൊക്കെ നടത്തേണ്ടവരാണ്. ഞങ്ങൾക്ക് മദ്രസ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവർ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തട്ടെ. എന്നാൽ ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയറുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുന്ന അദ്ദേഹം നസറാണിയല്ല, അദ്ദേഹം ഹിന്ദുവല്ല, അദ്ദേഹം നിരീശ്വരവാദിയല്ല, അദ്ദേഹം ചൈനക്കാരനല്ല, കൊറിയക്കാരനല്ല, അറബി ഭാഷ സംസാരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പേര് ബൈബിളിലും ഖുർആനിലും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ലോകത്തിലുള്ള ആദ്യത്തെ ടെക്നീഷ്യൻ എഞ്ചിനീയർ? ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, ലോകസാധ്യമായി കപ്പൽ നിർമ്മാണം തുടങ്ങിയ മനുഷ്യൻ നൂഹ് നബിയാണ് അലൈഹിസ്സലാം. നൂഹ് നബിയുടെ മുമ്പ് ഒരു മനുഷ്യനും ലോകത്ത് കപ്പലുണ്ടാക്കിയിട്ടില്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ശേഷം വന്ന നബിമാരിൽ ഒരു ടെക്നോളജിക്ക് തുടക്കം കുറിക്കുന്നത് നൂഹ് നബിയിലൂടെയാണ്. അത് ഖുർആൻ മാത്രമല്ല, ബൈബിളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ബൈബിളിന്റെ വാക്യത്തിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ ലോകത്തിലുള്ള ആദ്യത്തെ എഞ്ചിനീയർ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് ഖുർആനിൽ നമ്മളൊക്കെ എഞ്ചിനീയർ ആവണം അറിയിക്കാൻ ആ ഖുർആനിൽ അല്ലാഹു ഒരു സൂറത്തിന് പേര് വെച്ചു, സൂറത്തുൽ നൂഹ്.